നമസ്കാരം. ശബരിമലയിൽ ഭക്തർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പാളി. സന്നിധാനത്ത് നിയന്ത്രണാതീതമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 13-ലധികം മണിക്കൂറുകളാണ് ഭക്തർ ദർശനത്തിനായി കാത്തുനിന്നത്. ദർശനം ലഭിക്കാതെ ഭക്തർ മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി. തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ നിലയ്ക്കലിൽ നിന്ന് വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ കണ്ണൻ നായർ സന്നിധാനത്ത് നിന്ന്, സി കെ അഭിലാൽ നിലയ്ക്കലിൽ നിന്ന്, ഷിനോജ് എസ് ടി എരുമലിൽ നിന്ന് ചേരുന്നു. ഒപ്പം കെ എസ് അരുൺകുമാർ CPM, സന്ദീപ് വാര്യർ കോൺഗ്രസ്, VS ജിതിൻ ദേവ് BJP എന്നിവരും. ആദ്യം കണ്ണൻ, തീർത്ഥാടനത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളാണ്. ആദ്യത്തെ ദിവസങ്ങളിൽ ഇതുപോലെ തിരക്കുണ്ടാവുക അഭൂതപൂർവമാണ്. എന്താണ് സംഭവിച്ചത്? പരമാവധി ആൾക്കാർ, അതായത് 90,000 പേർ സ്പോട്ട് ബുക്കിലൂടെയും അതുപോലെ തന്നെ വെർച്വൽ ക്യൂവിലൂടെയും ബുക്ക് ചെയ്തു. അതിനുശേഷം കൂടുതൽ ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തി. ആ പ്രശ്നമാണ് ഇപ്പോൾ പ്രതിസന്ധിയായിട്ടുള്ളത്. ഇവിടെ എത്തിയ ആൾക്കാർ ഇവിടെ തന്നെ തമ്പടിച്ചു. അതിനുശേഷം തിരിച്ച് മടങ്ങിപ്പോകാത്ത ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായത്. പല ആൾക്കാരും മണിക്കൂറുകൾ 14-15 മണിക്കൂർ ക്യൂ നിന്ന് അതിനുശേഷം ശരംകുത്തിയിലെത്തുമ്പോഴേക്കും അവർക്ക് വെള്ളമോ മറ്റ് ഭക്ഷണമോ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ തന്നെ അവരെ ക്യൂവിൽ നിന്ന് പുറത്തിറക്കി. കാടിൻ്റെ ഇടയിലൂടെ അവർ നേരെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് എത്തുകയും അവർ നേരെ ജീപ്പ് റോഡ് വഴി നേരെ വലിയ നടപ്പന്തൽ കടന്ന് സ്റ്റേജിൻ്റെ അതിലേക്ക് കൂടെ ബാബരിനടയുടെ മുന്നിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. അതോടുകൂടി ആ താഴെ തിരുമുറ്റം വലിയ ഒരു ജനനിബിഡമാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്താണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായി ഒരു ചർച്ച നടത്തിയ ശേഷം തിരിച്ച് ഇറങ്ങി വന്നത്. അദ്ദേഹം കാര്യങ്ങളൊക്കെ കണ്ടു. തൊട്ടു പിന്നാലെ അവിടെ തിക്കും തിരക്കും ഉണ്ടായി. ആ ബാരിക്കേഡിന്റെ മുകളിൽ കയറി ഭക്തന്മാർ എങ്ങനെയെങ്കിലും ദർശനം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ബാരിക്കേഡ് കടക്കാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ തന്നെ ഉണ്ടായി. അത് വലിയ ഭീതിപ്പെടുത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. 1 മണിയോടുകൂടി ആ ഒരു ഭീതി വലിയ ഒരു അവസ്ഥയിലേക്ക് മാറി. പിന്നീട് പോലീസുകാർക്ക് പോലും പലതും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു. അവസാനം ചില ഉദ്യോഗസ്ഥർ, അതായത് വളരെ കാലമായി ശബരിമലയിൽ ഈ ക്രൗഡ് മാനേജ് ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരെത്തി. ഒരു 10-ൽ താഴെ ഉദ്യോഗസ്ഥർ മാത്രമായിരുന്നു. അവരെത്തി കൃത്യമായിട്ട് ആ തിരക്ക് നിയന്ത്രിച്ചു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട കാര്യം. ആ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും ആ തിരക്ക് മാറില്ലായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് 18-ാം പടിയിൽ നിന്ന് അയ്യപ്പന്മാരെ മുകളിലേക്ക് കയറ്റുന്നതിൻ്റെ വേഗം വളരെ കുറവാണ്. സാധാരണ 80 മുതൽ 90 വരെ ഭക്തന്മാർ 1 മിനിറ്റിൽ സന്നിധാനത്തേക്ക് കയറേണ്ടതാണ്. പക്ഷേ ഇന്ന് നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് അത് അളന്ന് നോക്കിയപ്പോൾ ഏതാണ്ട് 57 ആൾക്കാരാണ് സന്നിധാനത്തേക്ക് 18-ാം പടി വഴി ഒരു മിനിറ്റിൽ കയറുന്നത്. അത് വളരെ കുറവാണ്. ആ ഒരു ഡിലേ അല്പം മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ തിരക്ക് ശമനമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുപോലെ തന്നെ അപ്പാച്ചിമേട്, നീലിമല തുടങ്ങിയ സ്ഥലങ്ങൾ, ആ അപ്പാച്ചിമേട് നീലിമലയുടെയും ഒരു വശം വലിയ കൊക്കയാണ്. അവിടെയൊക്കെ തന്നെ ആൾക്കാരെ ഒരു അട്ടിയിട്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ഏതെങ്കിലും തരത്തിലൊരു തിക്കും ഉണ്ടായാൽ ഈ ഗർത്തത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. അക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു കാരണവശാലും പമ്പയിൽ നിന്ന് നീലിമല വഴി മലക്കൂട്ടത്തേക്കുള്ള വഴിയിൽ ഒരു കാരണവശാലും ക്യൂ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷേ 3 മണിയോടുകൂടി സ്ഥിതി ശാന്തമായി. കാര്യം നിലയ്ക്കൽ ഒരു നിയന്ത്രണമുണ്ടായി, പമ്പയിൽ നിയന്ത്രണമുണ്ടായി. അതോടുകൂടി സ്ഥിതി ശാന്തമായി. നിലവിൽ ഇപ്പോൾ സുഖകരമായിട്ടുള്ള ദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൂടുതൽ ഭക്തന്മാർ ഇവിടേക്ക് എത്തുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം അഭിലാഷ്, മണ്ഡലകാലം ആരംഭിക്കുന്നത് നവംബർ 17-ാം തീയതിയാണ് എന്ന് കൃത്യമായി ദേവസ്വം ബോർഡിന് അറിയാവുന്നതാണ്. പക്ഷേ ഈ വകുപ്പുകൾ തമ്മിലുള്ള ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് പോലീസുമായിട്ടാണെങ്കിലും ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നിൽ ഒരു യോജിപ്പുണ്ടായില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇത്രത്തോളം ഭക്തർ, ഏതാണ്ട് 90,000 ഭക്തർ കൃത്യമായി സന്നിധാനത്തേക്ക് എത്തുമെന്നുള്ള വിവരം ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ അതിനുവേണ്ടിയുള്ള ഒരു മുൻകരുതൽ എടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇനി വരും ദിവസങ്ങളിൽ അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് വിജയിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതായത് കാണേണ്ട ഒരു കാര്യമാണ്. അഭിലാൽ, ഉച്ചയോടുകൂടി നിലയ്ക്കലിൽ നിന്നുള്ള വാഹനങ്ങളെ നിയന്ത്രിച്ച ശേഷം മാത്രമായിരുന്നു തീർത്ഥാടകരെ പ്രവേശിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ സന്നിധാനത്തേക്കുള്ള പാതകളിൽ തന്നെ നിലയ്ക്കലിൽ വെച്ച് തന്നെ തീർത്ഥാടകരെ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിലൊരു നിയന്ത്രണം വന്നു. അതിപ്പോഴും ഫലപ്രദമായി നടപ്പാവുന്നുണ്ടോ? അഭിലാഷ്, കേരളത്തിലെ ഇതര ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ശബരിമലയിൽ ഇന്ന് ദർശനത്തിനെത്തുന്ന ആളുകളുടെ എണ്ണം എത്ര എന്നുള്ളത് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന സംവിധാനം വെർച്വൽ ക്യൂ വന്നതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ അതിനനുസരിച്ച് അല്ലെങ്കിൽ ആനുപാതികമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച ഈ തീർത്ഥാടനത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഉണ്ടായി എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് നമ്മൾ ഇന്ന് പകൽ സമയം കണ്ട മണിക്കൂറുകൾ നീണ്ട ക്യൂവും അതോടൊപ്പം തന്നെ തീർത്ഥാടകർ നേരിട്ട പ്രശ്നങ്ങളും. പമ്പയിലും അതോടൊപ്പം തന്നെ നിലയ്ക്കലും ഉണ്ടായ തീർത്ഥാടക ബാഹുല്യത്തിന് പുറമെ റോഡ്
റോഡിൽ വലിയ തോതിൽ ഗതാഗതത്തിന് നിയന്ത്രണം വന്ന സ്ഥിതി ഉണ്ടായി. ഉച്ചയ്ക്ക് 12 മണി മുതൽ 6 മണിക്കൂറോളം സമയം പ്രത്യേകിച്ചും നിലയ്ക്കലിനും ഇലവങ്കലിനും ഇടയിലുള്ള തീർത്ഥാടന പാതയിൽ വാഹനങ്ങൾക്ക് നേരിടേണ്ടി വന്നു. ഏറെക്കുറെ 2.5 കിലോമീറ്റർ ദൂരം പിന്നിടാൻ 1.5 മണിക്കൂർ സമയം വരെ എടുത്ത സ്ഥിതിയുണ്ടായി. പക്ഷേ വൈകുന്നേരം 6 മണിയോടുകൂടി ഈ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽ വന്നതോടുകൂടി പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെ ഇടപെട്ടു. ദേവസ്വം ബോർഡിന്റെ ഇടപെടലുണ്ടായി. ഒരുപക്ഷേ സർക്കാരിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നടക്കം ഈ വിഷയം നിരീക്ഷിക്കുകയും പരിഹാര നടപടികൾക്ക് വേഗത്തിലുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിൽ വൈകുന്നേരം 6 മണിയോടുകൂടി ഗതാഗതം സാധാരണ നിലയിലെത്തി. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വലിയ തോതിൽ വാഹനങ്ങളുടെ എണ്ണം എത്തി. അതിന് വരുന്നതിനനുസരിച്ച് നിലയ്ക്കലിൽ നിന്നും വാഹനങ്ങൾ പുറത്തേക്ക് പോകാത്ത സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി ഗതാഗതം സാധാരണ നിലയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ പമ്പയിലെ വലിയ തോതിലുള്ള തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുറക്കുകയാണ്. അതോടുകൂടി സാധാരണ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം. തീർച്ചയായും അത് ആശ്വാസകരമായ കാര്യമാണ്. ഷിനോജ് എരുമേലിയിലാണല്ലോ ഉള്ളത്. എരുമേലിയിൽ നിന്ന് കണമല വരെ ബ്ലോക്ക് ഉള്ളതായി നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു. അതിപ്പോഴെങ്ങനെയാണ്? തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഇപ്പോഴും ഗതാഗത കുരുക്കിലാണോ? അഭിലാഷ്, എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ണമലയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത്. ഏകദേശം 5:45 കണ്ണമലയിൽ നിന്ന് എരുമേലിയിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നത്. മുക്കൂട്ടുതറ ഒരു 6 മണിയാകുന്ന സമയത്ത് മുക്കൂട്ടുതറ എത്തി. മുക്കൂട്ടുതറയിൽ നിന്ന് ഈ കണ്ണമല വരെയുള്ള ദൂരമെന്ന് പറയുന്നത് ഒരു 7-7.5 കിലോമീറ്റർ മാത്രമാണുള്ളത്. ആ 7.5 കിലോമീറ്റർ ഞങ്ങളുടെ വണ്ടി ഓടിയെത്താനെടുത്ത സമയം എന്ന് പറയുന്നത് 1.5 മണിക്കൂർ സമയമാണ്. അതായത് 7.5 കിലോമീറ്റർ വണ്ടി ഓടിയെത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയം വേണ്ടി വന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ സമയത്ത് തന്നെ കൺട്രോൾ റൂമിലും പോലീസിനുമൊക്കെ തന്നെ ഞങ്ങൾ വിളിച്ച് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ തിരക്ക്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഒക്കെ തന്നെ ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ സമയത്തും, അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഒരു അരമണിക്കൂർ മുൻപുള്ള കാര്യം മാത്രമാണ്. ആ സമയത്ത് പോലും മറ്റങ്ങനെ തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഇല്ല. വാഹനങ്ങളൊക്കെ തന്നെ സുഖമായി പോകുന്നുണ്ട്. നേരത്തെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു. പിന്നീട് മറ്റേ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ഈ തിരക്കിൽ പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുന്ന സമയത്ത് അത് പരിശോധിച്ച ശേഷം പറയാം ഒരു മറുപടിയൊക്കെയാണ് കൺട്രോൾ റൂമിൽ നിന്നും അതൊക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അതായത് ഈ സമയത്ത് പോലും എരുമേലിയിൽ നിന്ന് കണമലയിലേക്ക് വരുന്ന ഒരു ദൂരം, ആ ദൂരം കവർ ചെയ്യുന്നതിന് വേണ്ടി 1.5-2 മണിക്കൂർ ഈ ഭക്തർ എടുക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേ തിരക്ക് തന്നെ കണമലയിൽ നിന്ന് അങ്ങോട്ട് നിലയ്ക്കൽ, അതിനുശേഷം സന്നിധാനം വരെയുള്ള സമയത്തൊക്കെ തന്നെ ഇതേ തരത്തിലുള്ള ഒരു നിയന്ത്രണവും തിരക്കും ഒക്കെ തന്നെ ശബരിമല ഈ ഭക്തർ നേരിടുന്നുണ്ട്. എന്തായാലും ഈ ആദ്യ ദിവസങ്ങൾ തന്നെ വൃശ്ചികം 1 തന്നെ ഇത്തരത്തിലൊരു വലിയ തരത്തിലുള്ള വീഴ്ച ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു എല്ലാ വകുപ്പുകളെയും കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിൽ ദേവസ്വം ബോർഡിനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ച ഉണ്ടാകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ്. ഈ സമയത്ത് പോലും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ബ്ലോക്ക് ഈ പറയുന്ന എരുമേലിയിലും കണമലയിലും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. 3 പേർക്ക് നന്ദി. അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ കെ എസ് അരുൺകുമാർ, വൃശ്ചിക മാസം 1-ാം തീയതി നട തുറക്കും എന്ന് അറിയാത്തതല്ലോ. ഈ തയ്യാറെടുപ്പാണ്, മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പാണ് അതിനു മുമ്പുള്ള 10 മാസം നടത്തുക. എന്നിട്ടും എന്തുകൊണ്ടാണ് തീർത്ഥാടനത്തിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഭക്തർക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടായത് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? മണ്ഡലക്കാലം എന്നാണ് തുടങ്ങുന്നതെന്നൊക്കെ കൃത്യമായി നമുക്കറിയാം. ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചു. ഈ തവണ ഒരു പ്രത്യേകതയുള്ളത് ആഗോള അയ്യപ്പ സംഗമവും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ ശബരിമല ദർശനവും ഉണ്ടായിരുന്നു. രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഈ 2 ദിവസം, അതായത് വൃശ്ചികം 1 ഇന്ന് ഉച്ച വരെ ശബരിമല ദർശിച്ച അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം 1,96,594. അതായത് നവംബർ മാസം 16 വൈകിട്ട് നട തുറന്നപ്പോൾ 53,278 പേരാണ് ദർശനം നടത്തിയത്. ഇന്നലെ വൃശ്ചികം 1 ഒറ്റ ദിവസം 98,915, അതായത് 1,00,000 ഏകദേശം ഒരു 1,500 പേരുടെ കുറവേ ഉള്ളൂ. ഇന്ന് ഉച്ചവരെയാണ് 44,401. അതായത് മിനിങ്ങാന്ന് വൈകുന്നേരം നട തുറന്നപ്പോഴും ഇന്നലെയും ഇന്ന് ഉച്ചവരെ 1,96,594 പേർ. അതിൽ വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. സ്പോട്ട് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നവർ അവിടെ വന്നിട്ടാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അത്തരത്തിൽ വന്ന ഭക്തന്മാരുടെ വലിയ എണ്ണമാണ് ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഒരു തിരക്കുണ്ടാകാൻ കാരണം. ഇവിടെ മാതൃഭൂമിയുടെ റിപ്പോർട്ടർമാർ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത് എങ്ങനെയാ? 18ാം പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 മിനിറ്റിൽ 80 മുതൽ 90 പേർ ദർശനം നടത്താറുണ്ട്. ഇതിപ്പോൾ 57-60 ഇന്നത്തെ ദിവസം. ആദ്യത്തെ 1-2 ദിവസം എല്ലാ വർഷവും ഒരു തിരക്കും സംവിധാനങ്ങളുടെ ഒരു ഏകോപിപ്പിക്കലും എല്ലാം 1-2 ദിവസം കൊണ്ടാണ് ഓർഡർ ആകുന്നത്. ഇവിടെ ദേവസ്വം ബോർഡ്, വനം വകുപ്പ്, റവന്യൂ, ആരോഗ്യ വകുപ്പ് എല്ലാം
വളരെ കൂട്ടിയോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തന്നെയാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വരുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് യാത്രാ സൗകര്യം, KSRTC അടക്കം യാത്രാ സൗകര്യങ്ങൾ കൃത്യമായി അഡീഷണൽ റൂട്ട് ഇട്ടുകൊണ്ട് തന്നെ അതിന്റെ സംവിധാനം നേരത്തെ ചെയ്തിട്ടുണ്ട്. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഇടപെടലാണ് നടത്തിയത്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും എല്ലാം ഓരോ മണിക്കൂറിലും ശുചീകരിക്കാൻ വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട്. ഭക്ഷണവും കുടിവെള്ളവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദർശനത്തിനായിട്ട് വരി നിൽക്കുന്ന ഭക്തന്മാർക്ക് ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ പൈപ്പിലൂടെ തന്നെ ചൂടുവെള്ളം കിട്ടും. ബാരികൾക്ക് ഇടയിലൂടെ തന്നെ കിയോസ്കുകൾ വച്ച് ആ പദ്ധതി കഴിഞ്ഞ വർഷം നടപ്പാക്കിയ പദ്ധതി അതേപോലെ തന്നെ നടപ്പാക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ 56 കേന്ദ്രങ്ങളിലാണ് ചുക്കുവെള്ള വിതരണം ഉള്ളത്. അതുപോലെ കേരള വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടാപ്പുകളും അതിന്റെ സൗകര്യങ്ങളും എല്ലാം കൃത്യമായി തന്നെ ഒരുക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 1005 ശൗചാലയങ്ങളാണ് സന്നിധാനത്ത് തന്നെ ഉള്ളത്. അതിൽ 885 സൗജന്യമാണ്, 120 പേ ആൻഡ് യൂസ് ആണ്. അതുപോലെ ശരംകുത്തി പാതയിൽ തന്നെ 164 സൗജന്യ ശൗചാലയങ്ങളുണ്ട്. അപ്പൊ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗകര്യങ്ങളും നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതോടൊപ്പം വിരിവയ്ക്കാനുള്ള സൗകര്യം, വിശ്രമിക്കാനുള്ള സൗകര്യം, അത്തരത്തിൽ ശബരിമലയിൽ വരുന്ന ഭക്തന്മാർക്കെല്ലാം കൃത്യമായി ദർശനം നടത്തി ഇറങ്ങുവാനും ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുമ്പോഴും ഉള്ള സംവിധാനം ഏറ്റവും മാക്സിമം തന്നെ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ശുചിമുറി അതാത് സമയത്ത് വൃത്തിയാക്കാൻ പണ്ടെല്ലാം ലേബർ കോൺട്രാക്ട് കൊടുക്കുകയാണ്. എന്നാൽ 420 താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെ ദേവസ്വം ബോർഡ് തന്നെ നിശ്ചയിച്ച് അതിന്റെ ചുമതല ഏൽപ്പിച്ചു. അവരെല്ലാം ഒരാഴ്ച മുമ്പേ തന്നെ ശബരിമലയിൽ അവരുടെ ജോലി ഏറ്റെടുത്തിട്ടുണ്ട്. അത്തരത്തിൽ 1-2 ദിവസം എല്ലാ മണ്ഡലക്കാലം ആരംഭിക്കുമ്പോഴും ഒരു വകുപ്പുകളുടെ ഏകോപനവും മറ്റുമെല്ലാം പടിപടിയായിട്ടാണ് വരിക. ആ ഒരു സംവിധാനവും വലിയൊരു ക്യൂ വന്നപ്പോൾ ഒരു സംവിധാനമുണ്ട്. എല്ലാ കുറവുകളും പരിഹരിക്കും. കഴിഞ്ഞ തവണ നമുക്ക് ഓർമ്മയുണ്ട്, 41 ദിവസം കഴിഞ്ഞ് മണ്ഡലകാലം പൂർത്തീകരിച്ചപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും എല്ലാം നേതാക്കന്മാർ തന്നെ ഇത്രയും മികച്ച രീതിയിൽ മണ്ഡലകാലം സംഘടിപ്പിച്ച അതിനുള്ള സൗകര്യം ഒരുക്കിയ ദേവസ്വം ബോർഡിനെ പ്രശംസിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ തവണയും സ്ഥിതി വ്യത്യസ്തമാകില്ല. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് ഏറ്റവും ചിട്ടയായിട്ടുള്ള സംവിധാനങ്ങളുമായി ദേവസ്വം ബോർഡും ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വകുപ്പുകളും കൂടിയാലോചനയിലൂടെ ഏകോപിപ്പിക്കലിലൂടെ തന്നെ മുന്നോട്ട് പോകും. ശരി, ശ്രീ സന്ദീപ് വാര്യർ, 70,000 ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നവർ, ബാക്കി 20,000 സ്പോട്ട് ബുക്കിംഗ്, അങ്ങനെ 90,000 പേരാണ് സാധാരണ നിലയിൽ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തേണ്ടത്. പക്ഷേ ആദ്യത്തെ ദിവസം തന്നെ അതിൽ കൂടുതൽ ആളുകൾ എത്തിയിട്ടുണ്ട്. ഒരു 8,000 പേരെങ്കിലും അധികമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ജനത്തിരക്കുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സാധാരണ നിലയിലുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത്. അഭിലാഷ്, ശബരിമലയിലെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൻ്റെ ആധാരം ശബരിമലയിലെ തിരക്കല്ല, മറിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ മുന്നൊരുക്കത്തിൻ്റെ അപര്യാപ്തതയും ഏകോപനക്കുറവുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശബരിമലയിൽ തിരക്കെന്ന് പറയുന്നത് പുതിയ സംഭവമല്ല. ശബരിമലയിൽ തിരക്കുണ്ടാകുമെന്നുള്ളത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അത് സർക്കാരിൻ്റെ കടമയാണ്, ബാധ്യതയാണ്, ദേവസ്വം ബോർഡിൻ്റെ ബാധ്യതയാണ്, വിവിധ ഏജൻസികളുടെ ബാധ്യതയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾ മാത്രമേ ശബരിമലയിൽ എത്താൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്കാർക്കും ഇത് ശാഠ്യം പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കമോ പ്ലാനോ അത് സംബന്ധിച്ചിട്ടുള്ള പ്രൊഫഷണലായിട്ടുള്ളൊരു സമീപനമോ കേരളത്തിലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഇന്ന് ജയകുമാറിന് തന്നെ ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, മുന്നൊരുക്കങ്ങളിൽ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വന്നത്. ഞാനിന്ന് മനസ്സിലാക്കുന്നിടത്തോളം ശബരിമലയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ പറയുന്ന കണക്കുകൾ, ഇവിടെ അരുൺകുമാർ വായിച്ചിട്ടുള്ള കണക്കുകളുണ്ട്. ആ കണക്കുകൾ ഒക്കെ കണക്കുകളിൽ മാത്രമാണ്, അല്ലെങ്കിൽ രേഖകളിൽ മാത്രമാണുള്ളത്. ശബരിമലയിൽ ഒറ്റ ബയോ ടോയ്ലറ്റ് പോലും പമ്പയിൽ പ്രവർത്തിക്കുന്നില്ല. അവിടെ ജനങ്ങൾ കുറേ കാലത്തിന് ശേഷം മലമൂത്ര വിസർജനം പമ്പാ നദിയോരത്ത് നടത്തേണ്ട ഏറ്റവും ഗതികെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ സാധാരണ കുടിവെള്ള വിതരണം ഉണ്ടാകും. ഈ കുടിവെള്ള വിതരണം എവിടെയും കാര്യക്ഷമമല്ല, കുടിവെള്ള വിതരണം നടത്തുന്നില്ല. 18-ാം പടി കയറ്റിവിടാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചാൽ മാത്രമേ ഒരു മിനിറ്റിൽ അങ്ങോട്ട് കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം കൃത്യമായി നടപ്പാക്കിക്കൊണ്ട് അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇന്നെഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രായോഗിക പരിചയക്കുറവുള്ള പുതിയ ഉദ്യോഗസ്ഥരെ അങ്ങോട്ട് വെച്ചപ്പോൾ ഒരു മിനിറ്റിൽ കയറിപ്പോകേണ്ട ആളുകളുടെ എണ്ണം എത്ര വേണമോ അത്രയും ആളുകൾ കയറിപ്പോകുന്നില്ല. സ്വാഭാവികമായിട്ട് തിരക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ പരിചയസമ്പന്നരല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. തിരക്ക് നിയന്ത്രിക്കുന്നതിൽ, ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ പ്രൊഫഷണലായിട്ടുള്ള സമീപനം ഉണ്ടായിട്ടില്ല. ഒരു തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോ അതല്ലെങ്കിൽ ആധുനിക സംവിധാനങ്ങളോ ഏർപ്പാടാക്കുന്നതിൽ ഈ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്തിയതിൻ്റെ ബേനി പറയുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് വന്ന മുതലാളിമാരൊക്കെ കുമരകത്ത് റിസോർട്ടിലാണ് താമസിച്ചിരുന്നത്. ഇവിടെ പാവപ്പെട്ട അയ്യപ്പ ഭക്തർ വരുമ്പോൾ എവിടെയാണ് അവർ നിൽക്കുന്നത്? അവർക്ക് ഇത്തരം കുമരകത്ത് റിസോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല.
അവർ വരുന്നത് കാനനപാത ചവിട്ടി കയറി, അവിടെ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി കയറി, 18-ാം പടിയും കയറി 40 ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി അവർ വരുന്നത് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നിങ്ങളുടെ പഞ്ചനക്ഷത്ര സൗകര്യങ്ങളിൽ ഒന്നും ആവശ്യമില്ല. ഇവിടെ അവർക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ, അവരുടെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ട ബാധ്യത ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിനും സർക്കാരിനുമായിരുന്നു. അവരതിൽ പരിപൂർണമായി പരാജയപ്പെട്ടു. മുൻപ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന് കരുതി ഇത്തവണത്തെ തീർത്ഥാടനത്തിൽ അലംഭാവം കാണിക്കാൻ പാടുണ്ടോ? ഇവിടെ അലംഭാവം നടന്നു എന്നുള്ള വ്യക്തമല്ലേ? തുടക്കത്തിൽ തന്നെ പാളിച്ച് സംഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ആ പാളിച്ച് സംഭവിക്കാണ്ടായ കാരണം ഒരു തരത്തിലുള്ള അവലോകന യോഗങ്ങളും ഇത്തവണ നടന്നിട്ടില്ല. ഒരു തരത്തിലുള്ള അവലോകനവും നടന്നില്ല എന്ന് മാത്രമല്ല, വകുപ്പുകളുടെ ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ സംഭവിക്കില്ലായിരുന്നു. ഇപ്പോൾ നിലയ്ക്കലിൽ നിന്ന് വലിയ വാഹനങ്ങൾ കടത്തിവിടാത്തൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയ പ്രയാസമാണ്. ആളുകൾ വന്ന് KSRTC ബസ്സിൽ മാടിനെ കുത്തി നിറയ്ക്കുന്നത് പോലെ കുത്തി നിറച്ച് ഭക്തരെ കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. പമ്പ വരെ കൊണ്ടുപോകുന്ന KSRTCക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ശബരിമലയെ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. അങ്ങനെ KSRTCക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഈ തീർത്ഥാടകരെ മാടുകളെ കൊണ്ടുപോകുന്നത് പോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത് എന്തൊരു കഷ്ടമാണ്. ഇത് നമ്മൾ ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രം എന്നുള്ള ഒരു വീക്ഷണത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ശബരിമലയെ കച്ചവട കേന്ദ്രമാക്കി, അതല്ലെങ്കിൽ വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ട് സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണമുണ്ടാക്കാനുള്ള ഒരു സംവിധാനം മാത്രമാക്കിയിട്ട് ഉപയോഗിക്കുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമാണ്, തെറ്റാണ്. എത്രയോ തീർത്ഥാടകർ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ, അവർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന സംഭാവന വളരെ വലുതല്ലേ? നമ്മൾ ആ രീതിയിൽ അവരെ റെസ്പെക്ട് ചെയ്യണ്ടേ, അവരെ ബഹുമാനിക്കണ്ടേ, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണ്ടേ? അത് ഏത് ഗവൺമെൻറ് ആണെങ്കിലും ആ ഗവൺമെൻറ്റിന് അതിലെ ബാധ്യതയില്ലേ? ആ ബാധ്യതയിൽ നിന്ന് ഈ സർക്കാർ ഇത്തവണ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശബരിമലയിൽ ഉയർന്ന വിവാദങ്ങൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള ദ്വാരപാലക വിഗ്രഹത്തിന് സ്വർണം അടിച്ചു മാറ്റിയതടക്കമുള്ള വിഷയങ്ങൾ, ഇതെല്ലാം സർക്കാരിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അതൊക്കെ ഈ ശബരിമല തീർത്ഥാടനത്തെയും ബാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്, ഭരണ പരാജയമാണ്. കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള, രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശബരിമല തീർത്ഥാടനത്തെ ഇത്രത്തോളം ലാഘവ ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്ത സർക്കാർ തീർച്ചയായിട്ടും വിമർശനം അർഹിക്കുന്നുണ്ട്. ഇത് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സൈന്യത്തെ അടക്കം വിളിച്ചുകൊണ്ട് ഈ വിഷയം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഭക്തരവിടെ കുഴഞ്ഞു വീഴുകയാണ്. ഇവിടെ കുടിവെള്ളത്തിന് കണക്ക് പറഞ്ഞു, വെള്ളം കിട്ടാതെ ശ്വസിക്കാൻ കഴിയാതെ ഭക്തർ കുഴഞ്ഞു വീഴുന്ന സാഹചര്യം. ദയവ് ചെയ്തൊരു മനുഷ്യ ദുരന്തമാക്കി ഇതിനെ മാറ്റരുത്. ദയവ് ചെയ്ത് ഇതിനെ ഒരു ദുരന്തമാക്കി നിങ്ങൾ മാറ്റരുത്. ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടത് ഇന്ന് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ചെയ്യുന്നത് പോലെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനം ആവശ്യമുണ്ട്. ആ സമീപനത്തിലേക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം. അതിന് ഭരണപക്ഷ ഭേദമന്യേ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സാഹചര്യമുണ്ട്. അവിടെ നിങ്ങൾ ദയവ് ചെയ്ത് ശബരിമലയെ ഒരു പണമുണ്ടാക്കാനുള്ള കേന്ദ്രം മാത്രമാക്കി, നിങ്ങൾക്ക് അഴിമതി നടത്താനുള്ള, മോഷണം നടത്താനുള്ള, കളവ് നടത്താനുള്ള കേന്ദ്രം മാത്രമാക്കിയിട്ട് നിങ്ങൾ അതിനെ ഉപയോഗിക്കരുത്. അതാണ് കോൺഗ്രസിന്റെ വിമർശനം. ശ്രീ ജിതിൻ ദേവ്, BJP ആ വിമർശനം പങ്കുവെക്കുന്നുണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടോ? കേന്ദ്രസേനയും എത്തിയിട്ടില്ല, 2 ദിവസം കൊണ്ട് എത്തുമെന്നാണ് പറയുന്നത്. എന്തായാലും ക്രൗഡ് മാനേജ്മെന്റിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് 3 മണി വരെ എങ്കിലും അവിടെ വളരെ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അഭിലാഷേ, ഒരു അയ്യപ്പ ഭക്തന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടുപോലും പരിക്കുണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയിലാണ് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എൻ്റെ പാർട്ടിയും. കാരണം ഒരു അയ്യപ്പ ഭക്തന് പോലും ഒന്നും സംഭവിക്കുക, ഒരു മുള്ളു കൊണ്ടുപോലും ഒരു പരിക്കുണ്ടാകരുത്. പക്ഷേ ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല അഭിലാഷ്. ഇവർക്ക് ഇതിനകത്ത് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിൽ, അവലോകന യോഗം കൂടി വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ വീഴ്ചയാണ്, ദേവസ്വം ബോർഡിൻ്റെ വീഴ്ചയാണ്. അല്ലേ, പണ്ടൊക്കെ പറയും എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്നത് പോലെ പ്രശാന്ത് അദ്ദേഹം എന്തായാലും ഇറങ്ങിപ്പോകുമോ, എന്നാൽ പിന്നെ ഇതെല്ലാം നശിക്കട്ടെ എന്നുള്ളൊരു സാഹചര്യം അദ്ദേഹം എടുത്തു. സ്വർണം കട്ടെടുക്കാൻ കാണിച്ച ഒരു ആർജവം പോലും ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ അദ്ദേഹം കാണിച്ചിട്ടില്ല. ഇവിടെ ശ്രീ അരുൺകുമാർ വായിച്ച കണക്കുകളൊക്കെ പച്ചക്കള്ളമാണ്. പമ്പയിൽ വേണ്ടുന്നത്ര ശൗചാലയങ്ങളില്ല. അങ്ങ് പറയുന്നത് കള്ളമാണ് അരുൺകുമാർ. അങ്ങ് ശബരിമലയിലോ അല്ലെങ്കിൽ പമ്പയിലേക്കോ ഒന്ന് പോകാൻ തയ്യാറാകണം. ഈ മരക്കൂട്ടത്തിന് താഴേക്കുള്ള പ്രദേശങ്ങളിലൊക്കെ വെളിച്ചമില്ലെന്ന് പറയുന്ന പരാതി വരുന്നു. കുടിവെള്ള വിതരണത്തിന് കിയോസ്ക് സ്ഥാപിച്ച കണക്ക് അങ്ങ് പറയുന്നു. ഇതൊക്കെ വെറുതെ പറയുകയാണ്. നിങ്ങൾക്ക് വെറുതെ ഇവർ എഴുതി തന്നിരിക്കുന്ന കണക്കാണ്. ഇതൊന്നും അവിടെ ഇല്ല. കുടിവെള്ളം കിട്ടാതെ 10-12 മണിക്കൂർ ദാഹജലം കിട്ടാതെ വലയുന്ന അയ്യപ്പ ഭക്തർ ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ നിന്ന് പരിവേദനം പറയുന്നത് നമ്മൾ കേട്ടില്ലേ ഇന്നത്തെ ദിവസം? അപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലും ഭയചകിതനായിരിക്കുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ആശങ്കയുണ്ട്, ഭയമുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നില്ലേ? നിങ്ങൾ ഇതെല്ലാം ഈ കണക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? 16-ാം തീയതിയാണ് ദേവസ്വം മെസ്സിന്റെ കോൺട്രാക്ട് കരാർ കൊടുക്കുന്നത്. നിങ്ങൾ പരിശോധിക്കും, നിങ്ങളുടെ റിപ്പോർട്ടർ, മാതൃഭൂമിയുടെ റിപ്പോർട്ടർ സന്നിധാനത്തുണ്ടല്ലോ. 16-ാം തീയതിയാണ് കൊടുത്തത്. ഇന്ന് രാവിലെ അവിടുത്തെ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും തമ്മിൽ ഭക്ഷണത്തിന് പേരിൽ തർക്കമുണ്ടായി. ഈ തർക്കങ്ങളും കൃത്യമായി ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ എല്ലാം ഒരുപക്ഷെ ഇവരുടെ ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോകുന്നു. 60
വരെയാണ് പരമാവധി. നിങ്ങൾ സ്റ്റോപ്പ് ക്ലോക്ക് വെച്ചിട്ട് കാണിക്കുന്നത് ഞാൻ കണ്ടു. 60 വരെയാണ് ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് അവിടെ കയറ്റിവിടാൻ സാധിക്കുന്നത്. 80ഉം 90ഉം പേർ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 60 പേരിലേക്ക് ഒരു മിനിറ്റിൽ 18ാം പടി ചവിട്ടുന്ന ആൾക്കാർ ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അത് മാത്രമാണോ? ഇതിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങളിൽ വലിയ വലിയ പാളിച്ചകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ പാളിച്ചകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. നിങ്ങളിവിടെ അയ്യപ്പ സംഗമത്തിന്റെ മേനി പറഞ്ഞില്ല അരുൺകുമാർ. നിങ്ങളുടെ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു സെമിനാർ വിഷയം തന്നെ എന്തായിരുന്നു? ഒരു സെമിനാർ വിഷയം തന്നെ ക്രൗഡ് മാനേജ്മെന്റ് ആയിരുന്നു, ആൾക്കൂട്ട നിയന്ത്രണമായിരുന്നു. എന്തേ നിങ്ങൾ അന്ന് പഠിച്ച ആ തന്ത്രങ്ങളൊന്നും എടുത്ത് പ്രയോഗിക്കാൻ സാധിക്കാതെ പോയത്? എന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കാതെ പോയത്? ഇവിടെ അഭിലാഷ് 70,000 പേർ എന്തായാലും വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നുള്ള കാര്യം ദേവസ്വം ബോർഡിന് അറിയാം. 20,000-ഓളം പേർ സ്പോട്ട് ബുക്കിംഗിൽ എല്ലാ കാലവും ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടാകാറുള്ള കാര്യവും ഇവർക്കറിയാം. പിന്നെ പോയിട്ട് വന്നിരിക്കുന്നത് 10,000-ൽ താഴെ ആൾക്കാർ അധികമാണ്. നോക്കൂ, 10,000-ഓളം താഴെ ആൾക്കാർ അധികം വന്നപ്പോൾ തന്നെ നിയന്ത്രണാതീതമായി ദേവസ്വം ബോർഡിന് പ്രസിഡന്റിന് ഭയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ സാധാരണ 1.5 ലക്ഷം 1.25 ലക്ഷം ആൾക്കാർ വരുന്ന സാഹചര്യമുണ്ട് ശബരിമലയിൽ മകരവിളക്ക് സമയത്തൊക്കെ. എങ്ങനെ ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും? ഇവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങ് സൂചിപ്പിച്ച കേന്ദ്രസേനയുടെ പ്രശ്നം. കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കത്തയച്ചിരിക്കുന്നത് 4-5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ കത്തയച്ചിരിക്കുന്നത്. കേന്ദ്രസേനയുടെ മൂവ്മെന്റ് ഡിലേ ഉണ്ടാവുന്ന ആർക്കാണ് അറിയാൻ വയ്യാത്തത്? ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പോയിരിക്കുന്ന കേന്ദ്രസേന എന്തായാലും അവർ കോയമ്പത്തൂർ തിരികെ എത്തി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമല്ലേ അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കൂ? അപ്പോൾ ഈ മൂവ്മെന്റ് ഡിലേ മുൻകൂട്ടി അറിയാവുന്നിട്ട് അതിനു വേണ്ടുന്ന ഒരുക്കങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ ഞാൻ കുറച്ചു മുമ്പ് ഞാനൊരു അയ്യപ്പ ഭക്തനോട് സംസാരിച്ച സമയത്ത് അവർ പറയുന്നത് കേട്ടു, അന്യദേശത്തു നിന്ന് വന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പ ഭക്തർ ചില സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർ സ്റ്റാച്യു പോലെ നിൽക്കുക. കാരണം ഭാഷാ പ്രശ്നമുണ്ട്, ഇവർക്ക് യാതൊന്നും മറുപടി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ശബരിമല നശിക്കണം, അല്ലെങ്കിൽ ശബരിമലയിലെ അയ്യപ്പ ഭക്തർ ഇതിനൊക്കെ എന്താ പറയുക ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം എന്നുള്ള സർക്കാർ അജണ്ടയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രശാന്താണ് ഇതിനകത്ത് ഒന്നാമത്തെ കുറ്റക്കാരൻ. ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളിലെല്ലാം ക്രമീകരണം നടത്തേണ്ടുന്ന, കൃത്യമായി അവലോകനം നടത്തേണ്ടുന്ന ആൾ തന്നെ ഇതിനകത്ത് വീഴ്ച കാണിച്ചിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ഇവിടുത്തെ പ്രതിപക്ഷത്തിന് ഒരു ഡ്യൂട്ടി ഉണ്ടല്ലോ അഭിലാഷേ. നോക്കൂ, ശ്രീ വി ഡി സതീശൻ എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്ന വ്യക്തിയല്ലേ. എന്തുകൊണ്ട് ഒരു ദിവസം ഈ പമ്പയിൽ ഒന്ന് പോയിട്ട് ആ കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊന്നും ജനങ്ങൾക്ക് പറയാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സർക്കാരിനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടുന്ന മുന്നറിയിപ്പ് കൊടുക്കാൻ സാധിച്ചില്ല? ബി.ജെ.പിയുടെ 2 നേതാക്കന്മാർ, ശ്രീ പി കെ കൃഷ്ണദാസും ശ്രീ കുമ്മനം രാജശേഖരനും 2 തവണയായി അവിടെ പോയി അവിടുത്തെ വിഷയങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ അവർ കണ്ടു. പക്ഷേ ഈ കാര്യം ചെയ്യാൻ പോലും പ്രതിപക്ഷം തയ്യാറായിട്ടില്ല. അപ്പോ ഈ വീഴ്ചയിൽ പ്രതിപക്ഷത്തിനും പങ്കുണ്ട്, ഭരണപക്ഷത്തിനും പങ്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കച്ചവട വസ്തുക്കളായിട്ട് ശബരിമലയെ മാറ്റാതെ ഈ പറഞ്ഞതുപോലെ കോടിക്കണക്കിന് വരുന്ന, നിങ്ങളുടെ ഭാഷ തന്നെ കടമെടുത്താൽ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ നിങ്ങൾ അയ്യപ്പ സംഘം നടത്തിയ ശബരിമലയിൽ വിശ്വാസികളുടെ അടിസ്ഥാനപരമായ സൗകര്യം ഒരുക്കി കൊടുക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാകണം. നിങ്ങളത് തയ്യാറാകാത്ത പക്ഷം നിങ്ങൾ പൊതുജന മധ്യത്തിൽ വിശ്വാസികളുടെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം അഭിലാഷേ, അവിടെ ധാരാളം സന്നദ്ധ സംഘടനകൾ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാം ഒഴിവാക്കി. നിങ്ങൾ സേവാഭാരതിയെ ഒഴിവാക്കി, നിങ്ങൾക്ക് രാഷ്ട്രീയം നോക്കും. പക്ഷെ നിങ്ങൾ എന്തിനാണ് അയ്യപ്പ സേവാ സംഘത്തെ ഇവിടെ നിന്ന് ഒഴിവാക്കിയത്? ഇങ്ങനെ നിങ്ങൾ ഇതിനകത്ത് വീഴ്ചയുണ്ടാകണം, ഈ ശബരിമലയിൽ ഇത്തരത്തിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ സംശയിച്ചു. അതാണ് ബി.ജെ.പിയുടെ ആരോപണം. പക്ഷേ അരുൺകുമാർ, ഒന്നാമത്തെ വിഷയം, ഒന്ന്, ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, അത് വസ്തുതയാണ്. ദാഹജലം കിട്ടാനില്ലാതെ ഭക്തർ മണിക്കൂറുകൾ വലഞ്ഞു, വസ്തുതയാണ്. 12 മണിക്കൂറിലധികം ക്യൂ നിൽക്കേണ്ടി വന്നു, വസ്തുതയാണ്. കുഴഞ്ഞു വീണിട്ടുണ്ട് ഭക്തർ, വസ്തുതയാണ്. താങ്കൾ അവിടെ കടലാസിലുള്ള സജ്ജീകരണങ്ങളുടെ കണക്ക് നേരത്തെ വായിച്ചു. അതിനപ്പുറത്ത് അത് അനുഭവവേദ്യമാവുക കൂടി വേണമല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഏകോപനക്കുറവ് ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ചാർജ് ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ. ഒരു മണ്ഡല തീർത്ഥാടന കാലത്തിന് തൊട്ടു മുൻപാണ് ദേവസ്വം തലപ്പത്ത് മാറ്റം വന്നത്. അതിന് മുമ്പുള്ള ദേവസ്വം ബോർഡ് ആരോപണങ്ങളാൽ ശരവ്യമായിരുന്നു. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ കൃത്യമായി ഒരു മണ്ഡലകാലത്തിൽ വരുത്തേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ ദേവസ്വം ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ? മിസ്റ്റർ അഭിലാഷ്, കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും നേതാക്കന്മാർ ഈ ചർച്ചയിൽ വന്ന് പച്ചയായ നുണ പറയുകയാണ്. വസ്തുതകൾ നിരത്തി യഥാർത്ഥത്തിലുള്ള കണക്കുകൾ വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കള്ളം പറയുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ബി.ജെ.പിയുടെ നേതാവിനെ വെല്ലുവിളിക്കുകയാണ്. കേന്ദ്രസേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ 3-4 ദിവസം മുമ്പാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിന് കൊടുത്തതെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ആ കത്തിന്റെ തീയതിയോ അങ്ങ് ഈ ചർച്ചയിൽ കാണിച്ചാൽ, അല്ലെങ്കിൽ ഇതിന്റെ ആങ്കർക്ക് അയച്ചു കൊടുത്താൽ, താങ്കൾ ചെയ്യുന്ന പ്രവൃത്തി താങ്കൾ പറയുന്ന സ്ഥലത്ത് വന്ന് ചെയ്യാം. എന്നാൽ താങ്കൾ മനസ്സിലാക്കണം, 12/9/2025, അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ്
കേന്ദ്രസേനയും ദുരന്ത നിവാരണ സേനയും ശബരിമലയിൽ എല്ലാ വർഷവും വരുന്നത് പോലെ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കേരള ഗവൺമെന്റ് കത്തയച്ചതാണ്. ഇതുവരെ പരിഗണിച്ചിട്ടില്ല. അങ്ങനെ പരിഗണിക്കാത്തതൊരു കുറവായിട്ട് ഞങ്ങൾ കാണുന്നില്ല. എന്നും കേന്ദ്രം കേരളത്തോട് അങ്ങനെയാണ്. പക്ഷേ ഈ കേരളത്തിലെ കരുത്തരായ പോലീസ് സേന എല്ലാ വർഷവും ശബരിമലയിൽ വന്ന് കൃത്യമായി സേവനം അനുഷ്ഠിക്കുന്ന അതിൽ കൂടുതൽ എണ്ണം പോലീസിനെ വിനിയോഗിച്ചുകൊണ്ട് കൃത്യമായി അത്തരം പ്രവർത്തിക്ക് പോകുന്നു. ഒന്ന് അഭിലാഷ് ശ്രദ്ധിക്കുക, 12/9/2025 കേന്ദ്രസേനയെ ആവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ചത്. BJPയുടെ പ്രതിനിധി പറയുന്നത് 3-4 ദിവസം മുമ്പാണ് എന്നത്. അത് ആദ്യത്തെ കള്ളം. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, ഭരണപരാജയം, അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ. സാധാരണ പറയുന്ന മൂന്നാമത്തെ വാചകം പറഞ്ഞില്ല. മൂന്നാമത്തെ വാചകം സഖാവ് പിണറായി വിജയൻ രാജിവെക്കണം അതായിരുന്നു. അതിപ്പോ അടുത്ത ഘട്ടത്തിൽ പറയായിരിക്കും. പരസ്യം കഴിഞ്ഞ് ചർച്ച തിരിച്ചു വരുമ്പോഴേക്കും പറയും. ഇതൊക്കെ റെക്കോർഡ് ഭാഷയാക്കി വച്ചിരിക്കുക. ഇവിടെ കൃത്യമായി ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിന്റെ ശുപാർശ പ്രകാരം കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഓരോ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിന്റെ സർവൈലൻസിലാണ്. ഇടക്കച്ചവടക്കാരെയും അവിടെ വന്ന് അന്യാധീന ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അന്യാധീന കച്ചവടക്കാരെയൊക്കെ ഒഴിവാക്കാൻ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് താങ്കൾ മനസ്സിലാക്കിയോ? ശബരിമലയിൽ ദർശനം നടത്തുന്ന മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്. ഒരു അപകടം പറ്റിയാൽ 5 ലക്ഷം. അപകടം പറ്റിയ ആളെ കേരളത്തിന് പുറത്തേക്ക് കൊണ്ടുപോകണോ 1 ലക്ഷം രൂപ ആംബുലൻസിന്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകണോ 30,000 രൂപ ആ സ്പോട്ടിൽ കൊടുക്കുകയാണ് ദേവസ്വം ബോർഡ്. ആ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മുഴുവൻ വ്യക്തികളും ഭക്തന്മാർക്കൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെയും കരാർ ജോലിക്കാർക്കെല്ലാം ഇൻഷുറൻസ് പദ്ധതിയുടെ ഭാഗമായി പണ്ട് 4 ജില്ലകളിൽ മാത്രമുള്ള കവറേജ് കേരളം മൊത്തമാക്കി നടപ്പാക്കുന്നു. ഇത് മാത്രമാണോ? ഇവിടെ ശൗചാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം കൃത്യമായി കണക്ക് പറയുമ്പോൾ പമ്പയിൽ പോയി നോക്കാനാ പറഞ്ഞേ. പമ്പയിൽ പോയി നോക്കിയാൽ സന്നിധാനത്തുള്ള 1005 ശൗചാലയം കാണില്ല. അതുപോലെ ശരംകുത്തി പാതയിൽ 164 സൗജന്യമായിട്ടുള്ള ശൗചാലയം പമ്പയിൽ പോയാൽ കാണില്ല. പമ്പയിൽ കൃത്യമായി 58 ബയോ ടോയ്ലറ്റ് യൂണിറ്റുകളും അതുപോലെ പമ്പ സന്നിധാനം പാതയിലുള്ള എക്സ്ട്രാ കണ്ടെയ്നർ മൊബൈൽ യൂണിറ്റുകളും എല്ലാം അതെല്ലാം കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ കുറെ റെക്കോർഡ് ചെയ്ത ഭാഷ. ഇപ്പോൾ സ്പോട്ട് ബുക്കിംഗ് ഒരുപാട് വന്നു. ഒരു 3-4 മണിക്കൂർ തിരക്കുണ്ടായി. ഇപ്പോൾ നിങ്ങളുടെ ലേഖകർ തന്നെ റിപ്പോർട്ട് ചെയ്ത് എന്താ 4 മണിയായപ്പോഴേക്കും ആ തിരക്കിനെ അതിജീവിച്ചു. അത് ഇപ്പോൾ നല്ല രൂപത്തിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കണക്കിൽ കവിഞ്ഞുള്ള ഭക്തന്മാർ വരുമ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചു നേരം ക്യൂ നിന്ന് 13 മണിക്കൂർ ക്യൂ നിന്ന് 24 മണിക്കൂർ ക്യൂ നിന്നുകൊണ്ട് ദർശനം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ലേ? അത്തരം സാഹചര്യങ്ങളെ കൃത്യമായി തന്നെ നേരിട്ട് പോകുന്നു. ഇവിടെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്യജീവി സാന്നിധ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AI ക്യാമറകൾ സ്ഥാപിച്ച് കൃത്യമായ മെസ്സേജ് കൊടുക്കല്, വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ശുദ്ധജല വിതരണം എല്ലാ സ്ഥലത്തും ഉറപ്പുവരുത്താൻ, അതുപോലെ തീർത്ഥാടന പാതയിലെല്ലാം ശുദ്ധജലത്തിന്റെ ടാപ്പ്, പമ്പയിൽ ജലനിരപ്പ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ജലവിഭവ വകുപ്പ്, അനധികൃത കച്ചവടം നടത്താൻ ഹൈക്കോടതി വിധിയുടെ ഭാഗമായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം, അതേപോലെ തന്നെ ആരോഗ്യ വകുപ്പ്. നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. സന്നിധാനം, അപ്പാച്ചിമേട്, നീലിമല, പമ്പ, നിലയ്ക്കൽ ആരോഗ്യ വകുപ്പിന്റെ 24 മണിക്കൂർ സംവിധാനം. അതേപോലെ തന്നെ പമ്പ, അപ്പാച്ചിമേട്, സന്നിധാനം, പത്തനംതിട്ട ജനറൽ ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് കാർഡിയോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 24 മണിക്കൂർ സംവിധാനം. KSRTCയുടെ ഉണർന്നുള്ള പ്രവർത്തകർ, അതുപോലെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള വൈവിധ്യമാർന്നിട്ടുള്ള മാർഗങ്ങൾ, ഇതെല്ലാം കോടതിയുടെ സ്പെഷ്യൽ ഓഫീസർ അടക്കം നിരീക്ഷിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഒറ്റ കാര്യം കൂടി പറയട്ടെ, ഗവൺമെന്റിന് അന്യാധീന ലാഭമുണ്ടാക്കാൻ എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും ആവർത്തിക്കുക. നാണമില്ലേ നിങ്ങൾക്ക്? എത്ര തവണ എത്രയോ വിശദീകരണങ്ങൾ സത്യസന്ധമായി ഇവിടെ പുറത്തു വന്നു. 1 രൂപ നയാ പൈസ ഗവൺമെന്റ് സംവിധാനത്തിന് കിട്ടുന്നില്ല. ശബരിമലയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് മുടക്കുകയാണ്. ആ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇവിടുത്തെ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 100 കണക്കിന് ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഗവൺമെന്റിന് ലാഭമുണ്ടാക്കാൻ എന്ന് ആവർത്തിക്കുന്നത് തികച്ച രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ആ ലാഭമുണ്ടാക്കിയത് ആരൊക്കെയാണെന്ന് ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം 2011 മുതൽ 16 വരെയുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എവിടെയൊക്കെയാണ് വിജിലൻസ് അന്വേഷണം നടക്കുന്നത്, ആരൊക്കെയാണ് അതിൽ പ്രതി, 1.87 കോടി രൂപയുടെ വലിയ തട്ടിപ്പ് നടത്തിയ മന്ത്രിയുടെ സഹോദരൻ ആരാണ്, ഇതൊക്കെ പൊതുസമൂഹത്തിലുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുണ്ടോ അതാണ് ചർച്ച ചെയ്യേണ്ടത്. അത് പരിഹരിക്കാൻ ഇച്ഛാശക്തിയോടെ പ്രവർത്തിക്കുന്ന ദേവസ്വം ബോർഡ് സംവിധാനവും പോലീസ് സംവിധാനവും ഇവിടെയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ആ ഭക്തന്മാർക്കുള്ള സൗകര്യം ഉറപ്പുവരുത്തി തന്നെ മുന്നോട്ട് പോകും. ശരി, ഒരു ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങി ചർച്ചയിലേക്ക് വേണ്ടി സന്ദീപ് വാര്യർ, പുതിയ ദേവസ്വം ബോർഡ് ഭരണസമിതി ചുമതല ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്, പെരുമാറ്റച്ചട്ടം നിലവിലുണ്ട്. സ്വാഭാവികമായും ദേവസ്വം മന്ത്രിക്ക് അവലോകന യോഗം നേരിട്ട് നടത്തുന്നതിലുള്ള സാങ്കേതികമായ തടസ്സങ്ങളൂടെ ഉണ്ട് താനും. ഈ ആദ്യത്തെ ഒരു ദിവസത്തെ വലിയ തിരക്കിനെ അതിജീവിച്ച് ഇപ്പോൾ തീർത്ഥാടനം ട്രാക്കിലായി തുടങ്ങിയെന്ന് കരുതാമോ?
നോക്കൂ അഭിലാഷ്, തീർത്ഥാടനം ട്രാക്കിലാവുകയാണ് വേണ്ടത്. തീർത്ഥാടനം ട്രാക്കിലാവണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അവലോകന യോഗവും അതിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളും വേണ്ടിയിരുന്നു. മുന്നൊരുക്കം പാളി എന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ലല്ലോ. ഇവിടെ LDF സർക്കാർ തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ള ദേവസ്വം ബോർഡിൻ്റെ പുതിയ അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞല്ലോ മുന്നൊരുക്കം പാളി എന്നുള്ളത്. കുറ്റസമ്മതം പോലെ പറഞ്ഞല്ലോ. അദ്ദേഹം നടത്തിയിട്ടുള്ള കുറ്റസമ്മതം അതിൻ്റെ ആത്മാർത്ഥത പോലും ഇവിടെ CPM-ൻ്റെ പ്രതിനിധിയുടെ ഭാഗത്ത് ഉണ്ടാവുന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ പച്ച നുണ പറയുന്നു, ഞങ്ങൾ കോൺഗ്രസ് കള്ളം പറയുന്നു എന്നൊക്കെയാണല്ലോ ഇവിടെ അദ്ദേഹം ആക്ഷേപിച്ചത്. എന്നിട്ട് അദ്ദേഹം ഒടുക്കും ഒരു കാര്യം പറഞ്ഞു, ഞാൻ പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞതായിരിക്കും ഇന്ന് കേരളത്തിലെ ഏതൊരു സാധാരണ സഖാവിൻ്റെയും മനസ്സാണ് അരുൺകുമാറും പ്രകടിപ്പിച്ചത്. കോൺഗ്രസ്സുകാർ പിണറായി വിജയൻ്റെ രാജി ആവശ്യപ്പെടണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് CPM-കാരാണ്. അങ്ങനെയുള്ളൊരു സാധാരണ CPM-കാരനായിട്ടുള്ള അരുൺകുമാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ഇത്തവണ അത് ആവശ്യപ്പെടാത്തത് അത് ഓർമ്മിപ്പിച്ചതിന് ഞാൻ അരുൺകുമാറിനോട് നന്ദി പറയുകയാണ്. താങ്കളുടെ കൂടി ആവശ്യപ്രകാരം പിണറായി രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാൻ ഞങ്ങൾക്കൊരു മടിയില്ല. പക്ഷേ തൊലിക്കട്ടിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോക റെക്കോർഡ് കിട്ടാവുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഇനി ഞങ്ങൾ എത്ര പറഞ്ഞാലും രാജിവെക്കാൻ പോകുന്നില്ല. ഇതിൽ കൂടുതൽ ആരോപണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ടും അദ്ദേഹം രാജിവെച്ചിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിൽ വീണ്ടും ആവർത്തിക്കുന്നതിൽ വലിയ സാധ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് വിട്ടുപോയത്. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മുന്നൊരുക്കങ്ങളെക്കുറിച്ച് പറഞ്ഞു, ബയോ ടോയ്ലറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ കാര്യം പറഞ്ഞത് പത്തനംതിട്ടയിൽ അന്വേഷിച്ചും ശബരിമലയിൽ അന്വേഷിച്ചിട്ടും ഇന്ന് അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരടക്കമുള്ളവരോട് ഫാക്ട് ചെക്കിംഗ് നടത്തിയതിന് ശേഷമാണ് പറയുന്നത്. പമ്പയിൽ ഒരൊറ്റ ബയോ ടോയ്ലറ്റ് പോലും പ്രവർത്തിക്കുന്നില്ല, അവിടെ ആളുകൾ കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, മലമൂത്ര വിസർജനം ചെയ്യേണ്ട ഗതികേട്ടിലേക്ക്, തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഒരു വലിയ ഗതികേടുണ്ടായിരിക്കുന്നു. ഒരു മനുഷ്യ ദുരന്തത്തിൻ്റെ വക്കത്താണ് നമ്മളുള്ളത് എന്നുള്ളത് ഇന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്താണ്. അവിടെ ക്യൂവിൽ നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുന്നതും അവർക്ക് കുടിവെള്ളം കിട്ടാത്തതും കേരളത്തിലെ മാധ്യമങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം ഞങ്ങൾ നുണ പറയുന്നതാണോ? അവിടെ കുടിവെള്ള വിതരണം കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതും, ശബരിമലയിലെ 18-ാം പടിയിൽ ഓരോ ആളുകൾ കയറിപ്പോകുന്ന സമയം, ആ സമയം പാലിക്കാൻ കഴിയാതെ പോകുന്നത് പുതിയ ആളുകൾ, പരിചയസമ്പത്തില്ലാത്ത ആളുകൾ അവിടെ ജോലി ചെയ്യുന്നത് കൊണ്ടുമാണ് എന്നുള്ളത് മാധ്യമങ്ങളുടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾ പറയുന്ന സമയത്ത് അത് രാഷ്ട്രീയ ആരോപണമാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്? ഇത് ഒരു റിയാലിറ്റി അല്ല. ഇന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ ക്രൗഡ് മാനേജ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് ഫെയിലിയർ ഉണ്ടായി? ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, മറ്റേ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു. അയ്യപ്പ സംഗമം നടത്താൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ആവേശം, അല്ലെ അയ്യപ്പ സംഗമത്തിന് ചിലവാക്കിയിട്ടുള്ള കോടികൾ അതിൻ്റെ 100-ലൊന്ന് ഇപ്പുറത്ത് ചിലവാക്കിയിരുന്നെങ്കിൽ ഇതുപോലെ ദുരന്തം നടക്കുമായിരുന്നോ? അരുൺകുമാർ മനസ്സിലാക്കേണ്ടത് ശബരിമലയ്ക്ക് ചിലവാക്കുന്ന സർക്കാരിൻ്റെ ഫണ്ട്, അതല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോകുന്ന റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ, അടിസ്ഥാന സൗകര്യ വികസനം ഒരുക്കുന്നതിൽ നമ്മൾ ചിലവാക്കുന്ന പണം എന്ന് പറയുന്നത് അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഔദാര്യമല്ല, ശബരിമലയോട് നമ്മൾ കാണിക്കുന്ന ഔദാര്യമല്ല, മറിച്ച് ശബരിമലയിലേക്ക് വരുന്ന അന്യ സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ നമ്മുടെ എക്കണോമിയിലേക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ അത് വളരെ വലുതാണ്. അത് എക്കണോമിയുടെ ബേസിക്സ് അറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരു അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരു തീർത്ഥാടകൻ കേരളത്തിനകത്തേക്ക് വന്നാൽ അവൻ കേരളത്തിലെ ഹോട്ടലുകളിൽ, കേരളത്തിലെ വഴിയോര കച്ചവട കേന്ദ്രങ്ങളിൽ, ഇവിടെ ചിപ്സ് വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ കൗതുക വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലത്ത്, ഇവിടുത്തെ പെട്രോൾ പമ്പുകളിൽ ഒക്കെ ചെലവാക്കുന്ന പണം കേരളത്തിൻ്റെ ഖജനാവിലേക്ക് തന്നെയാണ് എത്തുന്നത്. ഞാൻ RSS ഉയർത്തുന്ന പരാതിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞിട്ടുള്ള എന്താ, അവരെ നമ്മൾ വളരെ തീർത്ഥാടകരെ ബഹുമാനിക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. അത് ഏത് സർക്കാർ ഭരിക്കുമ്പോഴും അത് ചെയ്യേണ്ട കാര്യമാണ്. ഇവിടെ അത് ഒരുക്കുന്നതിൽ നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ കാണിച്ചിട്ടുള്ള ഗൗരവം ഇവിടെ കൊടുത്തില്ല. അയ്യപ്പ സംഗമത്തിന് വന്നിട്ടുള്ള VVIP-കളെ, മുതലാളിമാരെ ഈ കുമരകത്തെ റിസോർട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കുന്നതിലും അവർക്ക് ഞണ്ടും ചെമ്മീനും കരിമീനും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കുന്നതിലും നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഇവിടെ സാധാരണ അയ്യപ്പ ഭക്തർക്ക് ചെയ്തു കൊടുത്തില്ല എന്നുള്ള പരാതിയാണ് ഞാൻ ഉന്നയിച്ചുള്ളത്. ഈ പരാതി എൻ്റേത് മാത്രമല്ല, ഇന്ന് അവിടെ വന്നിട്ടുള്ള ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തർ അനുഭവിച്ചുള്ള കഷ്ടപ്പാടും പ്രയാസവും അത് ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഇന്ന് ഇതാണ് സ്ഥിതിയെങ്കിൽ മകരവിളക്ക് ഉൾപ്പെടെയുള്ള എത്ര നിർബന്ധിച്ചാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതെ, മനസ്സിലുള്ളതൊക്കെ പുറത്തേക്ക് വരും, പറഞ്ഞോളൂ. ശരി, തർക്കം വേണ്ട. അങ്ങയുടെ ഞാൻ പൂർത്തിയാക്കട്ടെ. അങ്ങയുടെ മനസ്സിലുള്ളതാണല്ലോ പുറത്തു വന്നത്. പിണറായി രാജിവെക്കണമെന്ന് അങ്ങയുടെ ആവശ്യം പുറത്തു വന്നു. അതിലെന്താണ് ഇത്ര കുണ്ഠിതപ്പെടുന്നത്? എന്തിനാണ് സങ്കടപ്പെടുന്നത്? അരുണിന്റെ ആവശ്യമായിരിക്കും. അരുണ് CPM-നകത്തെ റിയാസ് വിരുദ്ധ പക്ഷാണോ എന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ അതായിരിക്കാം പുറത്തു വന്നത്. ഞാനൊരു കാര്യം പറയുന്നുള്ളൂ, ശബരിമലയോട് നിങ്ങൾ അയ്യപ്പ സംഗമം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള അവധാനതയും നിങ്ങൾ കാണിച്ചിട്ടുള്ള താല്പര്യവും ഈ ശബരിമല സീസൺ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കാണിച്ചില്ല, സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ഇത് എൻ്റെ ആരോപണമല്ല, നിങ്ങളുടെ കുറ്റസമ്മതാണ്, നിങ്ങളുടെ പ്രസിഡന്റിന്റെ കുറ്റസമ്മതാണ്. ഇനി ഇവിടെ BJP-യുടെ പ്രതിനിധി എന്താ പറഞ്ഞത്? BJP-യുടെ പ്രതിനിധി പറഞ്ഞത് ഞങ്ങൾ താല്പര്യം കാണിക്കുന്നു, പ്രതിപക്ഷം താല്പര്യം കാണിക്കാത്തതുകൊണ്ടാണ്.
പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമായിട്ടുണ്ട്. നിങ്ങൾ കേന്ദ്ര സർക്കാരാണ്, കേന്ദ്രം ഭരിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, 2019 നിങ്ങളെ പ്രകടന പത്രിക എടുത്ത് പരിശോധിക്ക്. ആ പ്രകടന പത്രികയിൽ പറയുന്നുണ്ടല്ലോ ശബരിമലയിലെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നു പറയുന്നുണ്ടല്ലോ. 2019 പത്തനംതിട്ടയിൽ വന്ന് നരേന്ദ്രമോദി ഗുജറാത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് പോയതല്ലേ? പിന്നീട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ? എന്തെങ്കിലും ചെയ്തു കൊടുത്തോ? ശബരിമലയെ അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം പറഞ്ഞ ന്യായം എന്താ? കേന്ദ്രസേന വരാത്തതിന് 3-4 ദിവസം മുമ്പാണ് അപ്ലിക്കേഷൻ കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ഈ കോയമ്പത്തൂരിൽ മാത്രമേ കേന്ദ്രസേനയുള്ളൂ? ഇന്ത്യ അതുപോലെ ഒരു ചെറിയ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശബരിമല തീർത്ഥാടനം കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഒരു ദുർബലമായിട്ടുള്ള രാജ്യമാണോ ഇന്ത്യ? അല്ലല്ലോ. നമ്മുടെ സൈന്യത്തിന് അതിന് മാത്രമുള്ള ശക്തിയേ ഉള്ളൂ, അതിന് മാത്രമുള്ള സംവിധാനമേ ഉള്ളൂ. നിങ്ങൾ ആരെ പറ്റിക്കാനാണ് നിങ്ങൾ പറയുന്നത്? ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന തുല്യമാണ്, ഇന്ത്യയുടെ കേന്ദ്രസേനയെ അപമാനിക്കുന്ന തുല്യമാണ്. കേന്ദ്രസേനയ്ക്ക് ഒരു സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് ശബരിമലയെ നോക്കാൻ പറ്റിയില്ല എന്ന വിചിത്രമായ ന്യായം നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന അമിത്ഷായുടെ ഫെയിലിയറാണ്. അമിത്ഷാ പരാജയങ്ങളുടെ തുടർച്ചയാണല്ലോ. ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് ഡൽഹിയിൽ സ്ഫോടനങ്ങൾ നടന്നത്. മണിപ്പൂർ 1-2 വർഷമായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ഡൽഹിയിൽ കലാപങ്ങൾ നടന്നത്. അപ്പൊ ഇന്ത്യ കണ്ട ഏറ്റവും പരാജയപ്പെട്ട ഒരു ആഭ്യന്തരമന്ത്രിയുടെ മറ്റൊരു പരാജയമായി കൂടി അങ്ങയുടെ ന്യായീകരണം എനിക്കിതിൽ രേഖപ്പെടുത്തേണ്ടി വരും. കാരണം 3-4 ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദുരന്തം നടന്നാൽ നിങ്ങൾ സേന എത്താൻ ദിവസത്തെടുക്കും? ഒരു പ്രശ്നം ഉണ്ടായാൽ കേന്ദ്രസേന വരാൻ ബീഹാറിൽ ഇലക്ഷൻ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? മണിക്കൂറുകൾക്കുള്ളിൽ വരണ്ടേ? അതിനുള്ള സംവിധാനം നമുക്കില്ലേ? നമ്മുടെ രാജ്യത്തില്ലേ? ഇന്ത്യയിൽ അതിനുള്ള സംവിധാനമില്ല. ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയറാണ്, ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, MHAയുടെ പരാജയമാണ്, അമിത്ഷായുടെ പരാജയമാണ്. അത് നിങ്ങൾ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. പിന്നെ ഞങ്ങളെ അതിൽ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ സർക്കാരിനെ അനാവശ്യമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തലും ഞങ്ങൾ പോകുന്നില്ല. മറിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയർ വന്നുള്ളത് സത്യമാണ്. ഇനി ഒരു കാര്യം, ആരോഗ്യരംഗത്തെ ഒരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാര്യം പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ശബരിമല വാർഡ് ഇന്ന് എവിടെയാണ് അരുൺകുമാറെ? പത്തനംതിട്ട ജനറൽ ആശുപത്രി ശബരിമല വാർഡ് നിങ്ങൾ കോന്നിയിലേക്ക് എടുത്ത് മാറ്റി. ജനങ്ങൾ ബുദ്ധിമുട്ടാണ്, ഭക്തര് ബുദ്ധിമുട്ടാണ്. ആ പ്രയാസം പോലെ നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? അപ്പോൾ തുഗ്ലക്കിന്റെ ഭരണപരിഷ്കാരം പോലെയുള്ള ഭരണപരിഷ്കാരങ്ങളാണ് നിങ്ങളോട് നടപ്പാക്കുന്നത്. നിങ്ങൾക്ക് ഇച്ഛാശക്തി ഇല്ല. ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹമില്ല. ഇത് തകർക്കാനും ഇത് ഇല്ലാതാക്കാനുമാണ് നിങ്ങളുടെ ആഗ്രഹം. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ശരി. ശ്രീ ജിതിൻ ദേവ്, ഒന്ന്, കേന്ദ്രസേനയെ ആവശ്യപ്പെട്ട് സെപ്റ്റംബർ മാസത്തിൽ തന്നെ കത്തയച്ചു എന്ന് വ്യക്തമാക്കുന്നു ദേവസ്വം വകുപ്പ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇതിപ്പോ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്നുള്ളതിനപ്പുറത്ത് ശബരിമല തീർത്ഥാടനം നന്നായി നടക്കണം എന്നുള്ളത് 2 സർക്കാരുകളും ഏകോപിതമായി ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഞാൻ പറയേണ്ടതില്ലല്ലോ. വലിയ ക്രൗഡ് വരുന്ന സ്ഥലമാണ്. അപ്പോൾ NDRFന്റെ സാന്നിധ്യം, ദുരന്ത നിവാരണം നേരത്തെ കണ്ടുകൊണ്ടുള്ള സമീപനം, മാത്രമല്ല ഒരു വനത്തിൽ നടക്കുന്ന വന്യജീവി നിയമം ബാധകമായിട്ടുള്ള ഒരു വനത്തിനോട് ചേർന്നുള്ള തീർത്ഥാടന കേന്ദ്രമാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏകോപിതമായി കോർഡിനേറ്റഡ് ആയിട്ടല്ലാതെ അവിടുത്തെ തീർത്ഥാടനം സുഗമമാക്കാൻ കഴിയില്ല. വെറുതെ പഴിചാരിയിട്ട് കാര്യമുണ്ടോ? അഭിലാഷേ, ഇവിടെ അരുൺകുമാർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ 9ാം മാസമാണ് കേന്ദ്രസേന ഇവർ ആവശ്യപ്പെട്ടതെന്ന് പറയുന്നു. നാഴികയ്ക്ക് 40 വട്ടം കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു എന്ന് പരാതി പറയുന്ന ഇവർ 9ാം മാസം ഔദ്യോഗികമായി കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട ഇവർക്ക് അതിന് അനുകൂലമായ ഒരു മറുപടി ഇതുവരെയും കിട്ടിയില്ലെങ്കിൽ എന്തുകൊണ്ട് അത് തുറന്നു പറയാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല? എൻ്റെ കയ്യിൽ ഒഫീഷ്യൽ രേഖയുണ്ട് അഭിലാഷേ, പക്ഷേ എനിക്കതൊരു ചാനൽ ഡിബേറ്റിൽ കാണിക്കുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ ഫയൽ നമ്പർ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. 102-48-553/2025. ഇതിൻ്റെ പ്രോസസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 18/11/2025 നോക്കൂ. അപ്പോൾ ഇത് എന്നാണ് അപേക്ഷിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ളതെന്ന് ആർക്കെങ്കിലും സംശയിക്കാൻ പറ്റുമോ? ഇതിനകത്ത് കൃത്യമായിട്ട് ഇവർ പറയുന്നതൊക്കെ കള്ളമാണ്. ചിലപ്പോ വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാ കാലത്തിനും മുമ്പ് അയക്കുന്ന ഇവർ പറയുന്ന പോലെ വാസു സാർ അറിഞ്ഞാൽ അല്ല ക്ലർക്ക് ചെയ്തതുപോലെ കുറെ ക്ലറിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ പരിശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്, 9ാം മാസം ആവശ്യപ്പെട്ടിട്ടും ഇന്ന് വൃശ്ചികം 1 കഴിഞ്ഞിട്ടും ഈ പറഞ്ഞതുപോലെ കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെന്റിന് കേന്ദ്ര സർക്കാർ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് പറയാൻ തയ്യാറായിട്ടില്ല ഇതുവരെ പൊതുജനമധ്യത്തിൽ? നിങ്ങൾക്ക് നരേന്ദ്രമോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും അടിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല വടിയല്ലേ അത്? നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ? അപ്പൊ നിങ്ങൾ കള്ളം പറയാണ്, നിങ്ങൾ ജനങ്ങളെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. അരുൺകുമാർ പറഞ്ഞു സന്നിധാനത്തൊരുക്കിയ ബയോ ടോയ്ലറ്റിന്റെ കണക്കാന്ന് പറയുന്നത്. പമ്പയിൽ വെച്ച് ഒരു സാധാരണക്കാരൻ അയ്യപ്പ ഭക്തന് മലമൂത്ര വിസർജനം നടത്താൻ ബുദ്ധിമുട്ട് വന്നിയാ നിങ്ങൾ പറയുമോ നിങ്ങൾ ഇവിടെയല്ല നടത്തേണ്ടുന്നത്, നിങ്ങൾ 1.5 മണിക്കൂർ മല കയറി സന്നിധാനത്ത് അത് ചെയ്യാമെന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പമ്പയിലാണ് ഒരുക്കേണ്ടത്. നിങ്ങൾക്ക് പമ്പയിൽ വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വിരിവെക്കൽ ഒരുക്കുന്നത് നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്.
ശൗചാലയങ്ങൾ ഒരുക്കുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്, കുടിവെള്ളം കൊടുക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, ഈ പറഞ്ഞ ഭക്തന് കെട്ട് നിറയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് BJPയുടെ ആരോപണങ്ങളല്ല അരുൺകുമാർ, ഇത് കഴിഞ്ഞ മണിക്കൂറുകളായി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ജനചാനലല്ല, ഇരിക്കുന്ന മാതൃഭൂമി ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ എവിടുന്നെങ്കിലും AKG സെന്ററിൽ നിന്ന് കിട്ടിയ ഒരു കടലാസ് കഷ്ണം കൊണ്ടുവന്ന് വായിച്ചാൽ ഇവിടെ വീഴ്ചകളൊന്നുമില്ല എന്ന് വിശ്വസിക്കാൻ സാധിക്കുമോ? പിന്നെ എന്തിനാണ് നിങ്ങൾ 20,000-ഓളമായിട്ട് ഇതിപ്പോ ലിമിറ്റ് ചെയ്തത് സ്പോട്ട് ബുക്കിംഗ്? അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ചകളുണ്ട്. പോന്ന വഴിക്ക് സർവ്വതും നശിക്കട്ടെ എന്ന് ഈ നിങ്ങളുടെ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനമാണത്. സ്വർണം കക്കാൻ കാണിച്ച ആർജവം നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശബരിമലയിൽ വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്താൻ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം സന്ദീപ് വാര്യർ പറഞ്ഞത്, അദ്ദേഹം പിന്നെ ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ BJP RSSനെ കുറ്റം പറയാൻ കുറെ അവസരങ്ങൾ ഉപയോഗിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അമിത്ഷാ ഒരു പരാജയപ്പെട്ട ആഭ്യന്തരമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന് അത് തോന്നും. കാരണം അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകാരുടെയൊക്കെ റിസോഴ്സസ് അമിത്ഷാ അടച്ചു വെച്ചേക്കുവാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം അത് പറയുന്നതിനകത്ത് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ശ്രീ സന്ദീപ് വാര്യർ. നാഴികയ്ക്ക് 40 വട്ടം വാർത്താ സമ്മേളനം നടത്തുന്നതല്ലേ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? ഞാൻ കണ്ടില്ലെങ്കിലും ഇനി നിങ്ങൾ പറഞ്ഞാൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പരാമർശം പിൻവലിക്കാം. VD സതീശൻ ശബരിമലയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുവാനായിട്ട് പമ്പയിൽ പോയതായി കഴിഞ്ഞ ഈ മണ്ഡലകാലം തുടങ്ങുന്നതിന് മുമ്പ് പോയതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അഭിലാഷ്, അങ്ങ് കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നെ തിരുത്തിക്കോളൂ. അപ്പൊ നിങ്ങളും ഈ വീഴ്ചയ്ക്ക് കൂട്ടുനിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്ക് ഇരു കൂട്ടർക്കും ഈ ശബരിമലയിലെ തീർത്ഥാടനം അല്ലെങ്കിൽ ഈ ശബരിമലയുടെ ഭക്തി, അയ്യപ്പന്മാർ, ഇതെല്ലാം നിങ്ങൾക്ക് കച്ചവട വസ്തുക്കളായി നിങ്ങൾ മാറ്റി. ഇതെല്ലാം നിങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ ടൂളുകളായി നിങ്ങൾ രണ്ടു കൂട്ടരും മാറ്റിയിട്ടുണ്ട്. ശരി, ശ്രീ അരുൺകുമാർ, ഒന്ന് തീർത്ഥാടനം സുഗമമായി നടത്തുക എന്നുള്ളത് കേരളത്തിന്റെ ആകെ ആവശ്യമാണ്. അതിപ്പോ ആര് ഭരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്ന് മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർ നമ്മുടെ അതിഥികളുമാണ്. അപ്പോൾ നല്ല സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക, അവർക്ക് സുഗമമായി തീർത്ഥാടനം അയ്യപ്പനെ കാണാനുള്ള സാഹചര്യം ഉണ്ടാവുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പോൾ അവരോട് നമ്മൾ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത് മീനിങ് ഫുൾ ആയി ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. വരും ദിവസങ്ങളിലെങ്കിലും, നാളെ മുതലെങ്കിലും തീർത്ഥാടകർക്ക് അവിടെ സൗകര്യത്തോടു കൂടി ദർശനത്തിനുള്ള സാഹചര്യം ഉണ്ടാകുമോ? മിസ്റ്റർ അഭിലാഷ്, ഞാൻ താങ്കളുടെ വാട്സപ്പിലേക്ക് 3 വീഡിയോ ലിങ്ക് അയച്ചിട്ടുണ്ട്. ആ 3 വീഡിയോ ലിങ്കും മന്ത്രിയടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഫോറസ്റ്റ്, വനം, ആരോഗ്യ വിഭാഗം, റവന്യൂ വിഭാഗം, ദേവസ്വം വകുപ്പ് അവലോകന യോഗങ്ങളുടെ ലിങ്കാണ്. അത് ഒക്ടോബർ 29-അടക്കം നടന്ന യോഗങ്ങൾ അതാത് ദിവസം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടക്കം വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അടക്കം വന്ന അതാത് ദിവസത്തെ ലിങ്കാണ്. അപ്പൊ അവലോകന യോഗം നടന്നില്ല എന്ന് UDFന്റെയും അതുപോലെ BJPയുടെയും പ്രതിനിധി ആവർത്തിക്കുന്നു. പച്ചക്കള്ളം. 2, ഇവിടെ കേന്ദ്രസേന ഞാൻ പറഞ്ഞു ഞങ്ങൾ കൊടുത്ത കത്ത് ഇന്ന മാസമാണ്. 2 മാസമായിട്ടും കേന്ദ്രസേനയുടെ ഒരു പ്രതികരണവും കിട്ടിയിട്ടില്ല. അതിന്റെ ഭാഗമായി പോലീസിന്റെ എണ്ണം കൂട്ടി. താങ്കൾക്കറിയോ സാധാരണ ശബരിമലയിൽ എത്രയാണ് പോലീസ് ഉണ്ടാകുന്നത്? ആംഡ് ബറ്റാലിയൻ 1350, ലോക്കൽ പോലീസ് 850, സ്പെഷ്യൽ പോലീസ് 50, അങ്ങനെ 2250 സാധാരണ പോലീസുകാരെ വിന്യസിക്കുന്നത്. എന്നാൽ ഈ വർഷം ആംഡ് ബറ്റാലിയൻ 1700, ലോക്കൽ പോലീസ് 1300, സ്പെഷ്യൽ പോലീസ് 300, അങ്ങനെ 3100 പോലീസിനെ, അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 900 പോലീസിനെ കൂടുതൽ വിന്യസിച്ചിരിക്കുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ സാഹചര്യത്തിലും കേരളത്തിന്റെ പോലീസ് 2250-ൽ നിന്ന് 3100-ആയി വർദ്ധിപ്പിച്ചു. നിങ്ങളൊരു കേന്ദ്രസേനയും തരണ്ട BJPയുടെ നേതാവേ. ഒന്നും തന്നില്ലെങ്കിലും ഈ ശബരിമലയുടെ ദർശനം സുഗമമായിട്ട് നടത്താനുള്ള ശേഷി ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനുണ്ട്. പിന്നെ മുന്നൊരുക്കം. നിങ്ങൾക്കറിയോ വൃശ്ചിക മാസം 1-ാം തീയതി ഇന്നലെ ശബരിമലയിലുള്ള അപ്പം അരവണ എണ്ണ എത്രയാ? 65 ലക്ഷമാ സ്റ്റോക്ക്. ഇന്നലെയും ഇന്നുമായി 2 ലക്ഷത്തിൽ താഴെയാണ് ഭക്തന്മാർ വന്നതെങ്കിലും 65 ലക്ഷമാ സ്റ്റോക്ക്. മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിയിരിക്കുന്നു. പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു എവിടെയെങ്കിലും കുറവുണ്ടോ പരിഹരിക്കാം. അത് നല്ല ദിശാബോധത്തോടെയുള്ള ഞങ്ങളുടെ ഇടപെടലും മറുപടിയാണ്. പിന്നെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി ശബരിമലയെ ഉയർത്തുന്നതിന് ആരാ തടസ്സം? കേന്ദ്ര ഗവൺമെന്റ് തടസ്സം, BJP തടസ്സം. വനം ഭൂമി ഒരു തുണ്ട് വിട്ടുതരാൻ നിങ്ങൾ തയ്യാറാണോ? വിമാനത്താവളത്തിന് വേണ്ടി, അതുപോലെ റെയിൽവേ സംവിധാനത്തിന് വേണ്ടി കേരളം പണം മുടക്കി ഏറ്റെടുത്തോ ഭൂമി എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വിവിധ ദേശീയ പദ്ധതികൾക്ക് വേണ്ടി പണം മുടക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയാ പൈസ ഈ കേരളത്തിന്റെ റെയിൽവേ സംവിധാനം, ശബരി റെയിലിനും വിമാനത്താവളത്തിന്റെ സ്ഥാപനത്തിനും വികസനത്തിനും 1 രൂപ തരാത്തപ്പോഴും ഏറ്റവും ശക്തമായി ഈ രംഗത്ത് ഇടപെട്ടുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുക. ഞങ്ങൾ ശബരിപാതയും കൊണ്ടുവരും, വിമാനത്താവളവും കൊണ്ടുവരും, വൻകിട ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഞങ്ങളുടെ എല്ലാ പരിമിതികൾക്ക് നിന്നുകൊണ്ട് അവിടെ ഉയർത്തുക തന്നെ ചെയ്യും. പിന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സഖാവ് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് കോൺഗ്രസ്സുകാർ വഴി പറയാൻ എന്ത് അല്പത്തരം പറഞ്ഞ അതിന് മറുപടി ഉണ്ടോ?
ഇത്തരത്തിലുള്ള അല്പത്തരത്തിന്റെ പേര് നിന്റെ പേര് കോൺഗ്രസ് എന്ന് എല്ലാവരും ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. ഇവിടെ ദിശാബോധത്തോടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്ത കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിച്ച് ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഉയരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ സഖാവ് പിണറായി വിജയന. അതുകൊണ്ട് നിങ്ങൾ പിണറായി രാജിവെക്കണം, അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. നാളെ നോക്കിക്കോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കും. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയോ, അത് പറഞ്ഞിരിക്കും. അത് എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞില്ല എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ഇതല്ലേ നിങ്ങളുടെ രീതി? ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ കുറവുണ്ടോ? അപ്പൊ എന്താ പറഞ്ഞ് അവിടെ പ്രവാസികൾ വന്നത് അല്ലെങ്കിൽ ആഗോള അയ്യപ്പൻ സംഗമം വന്നപ്പോ അവർ താമസിച്ച സൗകര്യം എന്തുകൊണ്ട് അയ്യപ്പൻ ഭക്തന്മാർക്ക് കൊടുത്തില്ല? എന്തുകൊണ്ട് ചെമ്മീനും ഞണ്ടും കൊടുത്തില്ല? അതാ ചോദിക്കുന്ന അയ്യപ്പ ഭക്തന്മാര്. നിങ്ങൾ ഇങ്ങനെ പല അബദ്ധങ്ങളും പറയും, പല അബദ്ധങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളുടെ പോക്കറ്റിൽ ഇരുന്ന് തന്നെ പൊട്ടുന്ന തരത്തിലേക്ക് വരികയും ചെയ്യും. ഇതൊക്കെ കേരളത്തിന്റെ ജനത കണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പമ്പയിലോ സന്നിധാനത്തോ അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ ഗവൺമെന്റ് സംവിധാനം ഈ കേരളത്തിലുണ്ട്. അതിനുവേണ്ടി ചിട്ടയായിട്ടുള്ള മാനേജ്മെന്റ് ഉണ്ട്. ദേവസ്വം ബോർഡും 3100 പോലീസുകാരും മറ്റനുബന്ധ ഉദ്യോഗസ്ഥന്മാരും എല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് രാത്രിയെ പകലാക്കി ഈ ശബരിമലയിൽ തന്നെയുണ്ട്. 41 ദിവസവും അതിനുശേഷം ശബരിമല വിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം കൃത്യമായിട്ടുള്ള മാനേജ്മെന്റിലൂടെ മുന്നോട്ട് പോകും. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ബോർഡിലുണ്ട്. ആ ദേവസ്വം ബെഞ്ചിന്റെ സ്പെഷ്യൽ കമ്മീഷണർ ഈ ശബരിമലയിൽ തന്നെയുണ്ട്. ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അവരും ചൂണ്ടിക്കാണിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോപണങ്ങൾ എത്ര ഉന്നയിച്ചോ, എത്ര ആക്ഷേപങ്ങൾ ഉന്നയിച്ചോ, കഴിഞ്ഞ തവണ നിങ്ങളുടെ നേതാവ് വി മുരളീധരൻ BJPയുടെ, കെ മുരളീധരൻ കോൺഗ്രസിന്റെ, അവർ പറഞ്ഞത് ചരിത്രത്തിൽ ഇത്രയധികം ശബരിമലയിലെ കാര്യങ്ങൾ ചിട്ടയായിട്ട് നടന്ന ഒരു മണ്ഡലകാലം അവർ കണ്ടിട്ടില്ല എന്ന് പത്രമാധ്യമങ്ങളെ വിളിച്ച് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചതാണ്. അതേ അന്തരീക്ഷം തന്നെ ഈ തവണയും ഉണ്ടാകും. എന്ത് കുറവുമുണ്ടോ അത് കണ്ടെത്തി പരിഹരിക്കാൻ ഈ ഗവൺമെന്റ് ബുദ്ധിമുട്ടില്ല. ഇന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴും കുട്ടികൾക്ക് ബിസ്ക്കറ്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ആ കൂടെ നിന്ന രക്ഷിതാക്കൾ പറഞ്ഞു നല്ല സൗകര്യം തന്നെയാണ്, നല്ല ഇടപെടലാണ്, നല്ല സംരക്ഷണമാണ്, നല്ല മാനേജ്മെന്റ് തന്നെയാണ് എന്നാണ് പറഞ്ഞത്. ഒരു തിരക്ക് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് വരും, മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ടി വരും. കാരണം വലിയ ക്രൗഡ് മാനേജ്മെന്റ് ആണ്. കാരണം മറ്റൊരു അപകടങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ശബരിമലയിൽ ദർശനം പറഞ്ഞു മറ്റു ഭാഷയിൽ ബോർഡില്ല, വെറും നോണ. 8 ഭാഷയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശബരിമലയിലേക്കുള്ള ദൂരം കൃത്യമായിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ബോർഡുകൾ ഇതെല്ലാം ശബരിമലയിലുണ്ട്. അതുകൊണ്ട് ഒന്ന് ദർശനം നടത്താൻ പോയില്ലെങ്കിലും ഒന്ന് ശബരിമലയോ പമ്പയോ സന്ദർശിച്ചിട്ട് വന്നിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്ക്. നിങ്ങൾ എത്ര ആരോപണങ്ങൾ ഉന്നയിച്ചാലും വസ്തുതാപരമായിട്ടുള്ള ഇടപെടലാണ് ദേവസ്വം ബോർഡിന്റെയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകുക. കുറവുകളുണ്ടോ ഞങ്ങൾ പരിഹരിക്കും. മുഴുവൻ ഭക്തന്മാർക്കും സ്വൈര്യമായി കൃത്യമായി ദർശന സൗകര്യം ഉറപ്പുവരുത്തി തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകും. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ശബരിമല കഴിഞ്ഞ കുറെ നാളുകളായിട്ട് രാഷ്ട്രീയമായി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അപ്പോൾ തീർത്ഥാടനത്തിൽ സാധാരണ നിലയിൽ ഉണ്ടാവുന്ന അനാസ്ഥയോ വീഴ്ചയോ അതല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റിലെ പാളിച്ചയോ ഒക്കെ ഒരു രാഷ്ട്രീയ വിഷയമാകുമോ നാളെ മുതൽ? അഭിലാഷേ, ഞാൻ ശബരിമലയിൽ പലതവണ പോയിട്ടുള്ള ആളാണ്, കെട്ടുനിറച്ച് പോയിട്ടുള്ള ആളാണ്. ഈ ഒരു 10-15 ദിവസം മുമ്പ് വരെ പമ്പ വരെ പോയി വന്നിട്ടുള്ള ഒരാളാണ്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ചെയ്ത് 10 ദിവസം ജയിലുമായിരുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ. അരുൺകുമാർ നാളെ ഇത് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കെട്ടുനിറച്ച് ശബരിമലയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ അദ്ദേഹം രഹസ്യമായി പോയിട്ടുണ്ടോ പാർട്ടി അറിയാതെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പോയതിൻ്റെ അനുഭവം പോലെയാണ് പറയുന്നത്. ശബരിമലയിൽ കൃത്യമായി പോയിട്ടുള്ള എനിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായിട്ടുള്ള ഒരു താല്പര്യവും പ്രാധാന്യവും സ്വയമുള്ള എനിക്ക് തീർച്ചയായിട്ടും അരുൺകുമാറിനേക്കാൾ കൂടുതൽ ശബരിമലയോട് താല്പര്യം ഉണ്ടാകുന്ന അദ്ദേഹം മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവിടെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്നെ വല്ലാതെ ചിരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായി മാറി എന്നാണ്. എന്താണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ ഹെൽത്ത് ഡേറ്റ സ്പ്രിംഗ്ലർ പോലെ അമേരിക്കൻ കമ്പനിക്ക് വിറ്റത് കൊണ്ടാണോ? അന്താരാഷ്ട്ര നിലവാരത്തിൽ മസാല ബോണ്ട് വിറ്റ് കനേഡിയൻ കമ്പനി CDPUക്കിന് വിറ്റത് കൊണ്ടാണോ? ഇനി അന്താരാഷ്ട്ര കുറ്റവാളികളായിട്ടുള്ള സുഭാഷ് കപൂറിനെ പോലെയുള്ള സംഘത്തെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് കൊണ്ടാണോ അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്നൊരു പുതിയ പേര് പിണറായിക്ക് വെച്ചു കൊടുത്തത്? ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കളാണ് അല്ല, നിങ്ങൾ അപ്പുറത്ത് നിന്ന് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മുഖ്യമന്ത്രി പുതിയ പ്രയോഗമാണ്. എന്നിട്ടും ജനമനസ്സിൽ തന്നെയല്ലേ കേരളത്തിലെ ബഹുമാനപ്പെട്ട അതുപോലെ തന്നെ എന്റെ സമയമല്ലേ, ഞാൻ താങ്കൾ പറയുമ്പോൾ ഒന്നും മിണ്ടിയില്ലല്ലോ. താങ്കളുടെ നമ്പർ ഒന്ന് അയച്ചുതരാം. ഞാൻ പറയട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ കിട്ടിയ സ്വീകരണത്തിന്റെ വീഡിയോ
അയ്യോ ഞാൻ കണ്ടു നമ്മുടെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിൽ മുഖ്യമന്ത്രി ഒരു ഇരുമ്പ് കസേരയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഒരു മനുഷ്യനില്ലാതെ പാവൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ദുരന്ത ചിത്രം ഞങ്ങൾ കണ്ട. ഓർമ്മിക്കല്ലേ മുഖ്യമന്ത്രി കേരളത്തിൽ അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഓർമ്മിക്കല്ലേ നിങ്ങൾക്ക് പിണറായി ഇങ്ങനെ ആക്ഷേപിക്കണം. നിങ്ങൾ മുഖ്യമന്ത്രി ഇങ്ങനെ ആക്ഷേപിക്കണോ? നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് ജനങ്ങൾ അസുഖത്തിന് മരുന്നില്ല. ഒന്ന് സംസാരിച്ചോട്ടെ. അരുണേ ഞാൻ സംസാരിച്ച് പൂർത്തിയാക്കട്ടെ. ഞാൻ പൂർത്തിയാക്കട്ടെ അരുണേ ഞാൻ ഒരു വാഗ്വാദവും ഇല്ല. വളരെ സംയമനത്തോടെ ഞാൻ പറയുന്നു. അരുണിന്റെ ഒരു പുതിയ പ്രയോഗം ഒരുപക്ഷെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പിണറായി വിജയന് ഒരു പുതിയ ട്രോൾ ഉണ്ടാക്കി കൊടുത്തേക്കാമെന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. ഇപ്പൊ കാരണഭൂതൻ ഇവർ തിരുവാതിരക്കളി കളിച്ചു, പിണറായിക്ക് അത് ട്രോളായി മാറി. അങ്ങനെ ഇരട്ടച്ചണ്ടൻ അത് ട്രോളായി മാറി. അതുപോലെ ഇപ്പൊ അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ട്രോളായി മാറിയാൽ ഉത്തരവാദി അരുണായിരിക്കും ഉത്തരവാദി. അന്താരാഷ്ട്ര മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ താങ്കളാണ്. അന്താരാഷ്ട്ര മുഖ്യമന്ത്രി ലോകത്തെ വേറെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അദ്ദേഹം പറഞ്ഞു പോയി. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇല്ല. അതുകൊണ്ട് ട്രോൾ ഇടുന്നവരെ രാത്രി അടുക്കള ബാധിക്കക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസാണല്ലോ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിക്ക് ഇതിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. വരുന്ന ഈ കാര്യം ഇത്രയേ ഉള്ളൂ. ശബരിമലയെ കൈകാര്യം ചെയ്ത് നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രസിഡന്റ് തന്നെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിന് ഒരു അർത്ഥമില്ല. ശബരിമല പോയിട്ടുള്ള ഭക്തർക്ക് അറിയാം അവിടെ വലിയ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ക്രൗഡ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമുക്കൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് റെക്ടിഫൈ ചെയ്യണം. ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. അടിയന്തരമായി അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. കേന്ദ്രസേന വരാൻ വൈകിട്ടുണ്ടെങ്കിൽ അതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദിയാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രതിപക്ഷ നേതാവ് പോയി ചോദിക്കണ്ടോ? നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ, കേന്ദ്ര IB ഉൾപ്പെടെയുള്ള ഏജൻസികളുണ്ടല്ലോ, ശബരിമലയിൽ ഇത്ര ക്രൗഡ് വരുമെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? IBയുടെ പണി എന്താ? കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇത്രത്തോളം ക്രൗഡ് വരാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അത് IBയുടെ പരാജയമാണ്. കൊടുത്തിട്ട് സൈന്യം വന്നിട്ടുണ്ടെങ്കിൽ അത് അമിത്ഷായുടെ പരാജയം. അതിൽ ഏതാ സംഭവിച്ചത്? ഒന്നുകിൽ നിങ്ങൾ സമ്മതിക്കണം IB റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന്, അല്ലെങ്കിൽ സമ്മതിക്കണം അമിത്ഷാ സൈന്യത്തെ അയച്ചിട്ടില്ല എന്ന്. ഇതിലേതാ സംഭവിച്ചത്? 3 ദിവസം അല്ല 3 മണിക്കൂർ കൊണ്ട് അയക്കണ്ടേ കേന്ദ്രസേനയെ? 3 മണിക്കൂർ കൊണ്ട് ശബരിമലയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആഴ്ചകൾ കഴിഞ്ഞ് ഈ റിപ്പോർട്ടൊക്കെ കിട്ടി പിണറായിയുടെ കത്ത് കിട്ടിയാൽ മാത്രമേ വരുന്നുണ്ടോ? നിങ്ങൾ PM ശ്രീ പദ്ധതി ഒപ്പിടിക്കാൻ പിണറായി വിജയനെ ഭീഷണിപ്പെടുത്തിയല്ലോ. ആ ഭീഷണിപ്പെടുത്തിയതിന്റെ ഒരു താല്പര്യം ശബരിമലയുടെ കാര്യത്തിൽ എന്തേ കാണിക്കാത്തത്? അവിടുന്ന് 1500 കോടി വാങ്ങിയെടുക്കാൻ RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പാക്കാൻ നിങ്ങൾ കാണിച്ച താല്പര്യം എന്തേ അരുൺകുമാറെ നിങ്ങൾ ശബരിമലയുടെ കാര്യത്തിൽ കാണിക്കാത്തത്? നിങ്ങൾ രണ്ടും ഒക്കെ ചെങ്ങായിമാരാണ്. നിങ്ങൾ രണ്ട് ശബരിമല തറക്കാൻ നടക്കുന്നവരാണ്. ശരി സന്ദീപ് വാര്യർ വേണ്ടതേ ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാൽ അയക്കണ്ടേ? ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാൽ അയക്കണ്ടേ? ഇന്ന് രാവിലെ വിളിച്ചു പറഞ്ഞാൽ അയക്കണ്ടേ? നിങ്ങൾ സെപ്റ്റംബർ മാസം വേണ്ടി ഇന്ന് രാവിലെ പറഞ്ഞാൽ അയക്കണ്ടേ? മണിക്കൂറുകൊണ്ട് അയക്കണ്ടേ? ഡൽഹിയിൽ നിന്ന് വരണ്ടേ? കമാൻഡോ വരണ്ടേ? കേന്ദ്രസേന വരണ്ടേ? അപ്പൊ നിങ്ങൾ ശബരിമല താല്പര്യമുണ്ടോ? ഇന്ന് രാവിലെ പറഞ്ഞ അയക്കണ്ടേ? ശരി എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വരുന്നുണ്ടെന്ന്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ ജിതിൻ ദേവ്, സൈന്യത്തെ ആവശ്യപ്പെട്ടത് വൈകിപ്പോയി, കത്ത് കിട്ടിയില്ല, കത്ത് കിട്ടിയേക്കും, ഇങ്ങനെയൊക്കെ പറയാതെ അവിടെ കേന്ദ്രസേനയുടെ സാന്നിധ്യവും അനിവാര്യമാണ്. ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം അനിവാര്യമാണ്. ശബരിമല ഒരു ദിവസം 1 ലക്ഷത്തോളം തീർത്ഥാടകർ വരുന്ന സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാനന തീർത്ഥാടന കേന്ദ്രവുമാണ്. ഇനിയിപ്പോ വിളിച്ചോ ചോദിച്ചോ പറഞ്ഞോ എന്നൊക്കെ കാത്തു നിൽക്കണ്ടല്ലോ കേന്ദ്രസേനയ്ക്ക് വരാൻ. അഭിലാഷേ, ഈ കേന്ദ്രസേനയുടെ ഡിപ്ലോയ്മെന്റ് കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ട് നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അവിടെ കേന്ദ്രസേന അവരുടെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇത് നമ്മുടെ രാജ്യത്തൊരു സിസ്റ്റം ഇല്ലേ അഭിലാഷേ? കേന്ദ്രസേനയുടെ ആവശ്യം പെട്ടെന്ന് എന്താ പറയുക, IB റിപ്പോർട്ട് അനുസരിച്ച് വരണം, അത് വരണം, ഇത് വരണം, ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? ഒരു സ്റ്റേറ്റ് അല്ലേ ഡിമാൻഡ് ചെയ്യേണ്ടത്? അല്ലെന്ന് അഭിലാഷിന് പറയാൻ സാധിക്കുമോ? സന്ദീപ് അരുൺകുമാറും ഒക്കെ രാഷ്ട്രീയം വെച്ച് സംസാരിക്കും. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനത്തിൽ അങ്ങേക്ക് അത് പറയാൻ സാധിക്കുമോ? കേന്ദ്ര ഗവൺമെന്റിന് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും എന്നാണ് ഇതിന്റെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നും ഞാൻ വേണമെങ്കിൽ അങ്ങേക്ക് വ്യക്തിപരമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ വാട്സപ്പിലേക്ക് അയച്ചു തരാം. അന്ന് അത് പുറത്ത് കാണിക്കില്ല, ഞാൻ അത് അയച്ചു തരാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങ് അത് മനസ്സിലാക്കണം. 1. 2, അരുൺകുമാർ ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ട് 65 ലക്ഷത്തോളം അരവണ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് നിങ്ങളുടെ കച്ചവട ബുദ്ധി. 65 ലക്ഷത്തോളം അരവണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ എല്ലാം ആയെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? എന്തേ നിങ്ങൾ നടത്തിയ ഈ മുന്നൊരുക്കങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കാതായി പോയി? അദ്ദേഹമല്ലേ ഇന്ന് മാധ്യമ വാർത്തകൾക്ക് മുമ്പിൽ വന്നിട്ട് ഇവിടെ ഈ പറഞ്ഞതുപോലെ മുന്നൊരുക്കങ്ങളിൽ വലിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞങ്ങൾ ആരെങ്കിലും ആണോ? BJPയുടെ നേതാവ് V. മുരളീധരനാണോ? അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണോ? അല്ലല്ലോ.
നിങ്ങൾ നിയമിച്ച നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനല്ലേ പറഞ്ഞത്. അപ്പോൾ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അരുൺകുമാറിനൊക്കെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഗോവിന്ദ സഖാവ് പണ്ടിൽ എയെ പറ്റി പറഞ്ഞതുപോലെ കുറെ വീഡിയോ ഉണ്ടാക്കി ഇവരെ കാണിക്കുമായിരിക്കും. ശബരിമലയിൽ ബിസ്ക്കറ്റ് കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അല്ലെങ്കിൽ കൈരളി ചാനൽ മാത്രം കണ്ടു കഴിഞ്ഞാൽ സുന്ദര സുലഭമായ കേരള സംസ്ഥാനമാണെന്നൊക്കെ നമുക്ക് ചിന്ത വരും. രണ്ടാമത്തെ കാര്യം, ശ്രീ സന്ദീപ് വാര്യർ IB റിപ്പോർട്ട് കൊടുത്തില്ലേ എന്ന്. പ്രതിപക്ഷ നേതാവ് ശബരിമലയിൽ പോയോ, മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയോ എന്ന് ചോദിച്ചപ്പോൾ IB കൊടുത്തില്ല. എന്നാൽ പിന്നെ IB പ്രതിപക്ഷ നേതാവ് ആക്കിയ പോലെ എന്തിനാണ് നിങ്ങളുടെ BD സതീശനെ പ്രതിപക്ഷമാക്കി വെച്ചേക്കുന്നത്? അതോ അദ്ദേഹം ദിവാസ്വപ്നം കൊണ്ട് നടക്കുന്നത് പോലെ ഭാവി മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം ഇപ്പോഴേ നിങ്ങളുടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി ആവുന്നുള്ളത് അദ്ദേഹം ഇപ്പോഴേ ആയോ, മുഖ്യമന്ത്രിയായോ? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ് ഒരു പ്രതിപക്ഷത്തിന്റെ റോള്. അദ്ദേഹം അത് ചെയ്യുന്നില്ല. അദ്ദേഹം ഇങ്ങനെ വെറുതെ കുറെ റീൽ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പാളിച്ചയിൽ നിങ്ങൾക്കും പങ്കുണ്ട്. അതുകൊണ്ട് അരുൺകുമാർ, നിങ്ങൾ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉയർത്താതെ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ശബരിമലയിൽ സുഗമമായിട്ടുള്ള ദർശനത്തിനുള്ള സജ്ജീകരണങ്ങളാണ്. നിങ്ങളുടെ പാളിച്ചകൾ തിരുത്തലാണ്. ഞങ്ങൾ ഇതിനകത്ത് രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ പാളിച്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു ക്രിയാത്മക പ്രതിപക്ഷം തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് നിങ്ങളുടെ പാളിച്ചകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറഞ്ഞല്ലോ V മുരളീധരൻ നിങ്ങളെ അഭിനന്ദിച്ചു എന്ന്. അപ്പോ നല്ലത് ചെയ്താൽ ഞങ്ങൾ അഭിനന്ദിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. വെറുതെ കുറ്റം പറയുന്ന ആൾക്കാരല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടല്ലോ. നിങ്ങൾക്ക് പാളിച്ച സംഭവിച്ചു, അത് നിങ്ങൾ അംഗീകരിച്ചേ മതിയാകൂ. അത് തന്നെയാണ് ഇന്നത്തെ കേരളത്തിന്റെ ഈ പകൽ മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരുൺ, ശരി, പെട്ടെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷെയർ നമുക്ക് അവസാനിപ്പിക്കാം. ഒറ്റ മിനിറ്റ്. ഇവിടെ എന്തുകൊണ്ടാണ് കേന്ദ്രസേനയെ അപേക്ഷിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ഇതുവരെ പത്രസമ്മേളനം നടത്തി പുറത്തു പറയാത്തതെന്നാ ചോദിക്കും BJP നേതാവ്. ബഹുമാനപ്പെട്ട BJP നേതാവേ, ഈ കേന്ദ്ര അവഗണനയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു മടുത്തു. ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഒരു എക്സ്ട്രാ വിഹിതവും തന്നില്ലല്ലോ. ഈ കേരളം ഈ രാജ്യത്ത് തന്നെ 15 സംസ്ഥാനം കടമുള്ള സംസ്ഥാനത്ത് ആഗോള ബ്രാൻഡ് പിണറായിയോടൊന്ന് പറയുന്നേ, ഒപ്പിട്ട് കൊടുക്കലാണ് PMC. ആഗോള ബ്രാൻഡിനോടൊന്ന് പറയാൻ പറയുന്നത് നടക്കും. പറച്ചിലില്ല, ഇപ്പൊ ചെയ്ത്താണ്, ഒപ്പിട്ട് കൊടുക്കലാണ്. ആഗോള ബ്രാൻഡിനോടൊന്ന് പറയാൻ പറയും. നടക്കും. എല്ലാ തരത്തിലും എല്ലാ അവഗണനയും നേരിട്ട് തന്നെ പോകും. അതുകൊണ്ട് നിങ്ങൾ വരട്ടൊന്നും വേണ്ട. ശബരിമലയിൽ പൊക്കുക, ദർശനം നടത്തിയ എന്ത് സംഭവിച്ചാലും 5 ലക്ഷം രൂപ. എന്തായാലും തീർത്ഥാടനം സുഗമമായി നടക്കട്ടെ. നമ്മുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. തീർത്ഥാടനം സുഗമമായി നടത്തുന്നു എന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത ദേവസ്വം വകുപ്പിനും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിനും ഒക്കെ ഉണ്ട് താനും. നാളെ മുതൽ സുഗമമാകട്ടെ എന്ന് ആശിക്കാം. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.